നമുക്ക് വളരെ എളുപ്പത്തിൽ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഒരു 60-70% മാർക്ക് വാങ്ങി. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, 90%-ലധികം കിട്ടുന്നവരുണ്ടാവും. ആവറേജ് 60-70% മാർക്ക് വാങ്ങി ഈ പരീക്ഷ പാസ്സാവാൻ കഴിയുമെന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതിലെനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, അത് ഷാജി മാഷോട് രാജീവ് മാഷോടൊക്കെ ഉള്ള, അല്ലെങ്കിൽ KSTAയുടെ സംസ്ഥാന കമ്മിറ്റിയോടുള്ള റിക്വസ്റ്റ്, ഇത് കേവലം ഞാനിപ്പോൾ ഇതിൽ കാണുന്നത് 323 പേരാണ്. നമ്മളെ ഇന്ററാക്ഷൻ ഒരുപാട് പരിമിതി ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് മറ്റൊരാളുടെ സാങ്കേതിക സഹായം വേണം, നെറ്റിന്റെ ലഭ്യത വേണം, അത്രമാത്രം ഈ ഒരു സമയത്ത് കിട്ടാനുള്ള പ്രയാസം. അപ്പൊ പ്രാദേശികമായെങ്കിലും ചെറിയ കോണ്ടാക്ട് ക്ലാസ്സുകൾ, ഇപ്പൊ എൻ്റെ ഈ പ്രദേശത്ത് ഇതിൽ പങ്കെടുക്കുന്ന ഒരു 20 പേരുണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ ഒരു കോണ്ടാക്ട് ക്ലാസ് ഒരു ദിവസം, ഒരു അവധി ദിവസം നമ്മൾ വെക്കുന്നു. അങ്ങനെ പ്രാദേശികമായി നമ്മളെ നിലവിലുള്ള റിസോഴ്സ് പേഴ്സൺസിനെ ഉപയോഗിച്ചാൽ മതി. ഓരോ വിഷയത്തിലും നമ്മൾ ക്ലസ്റ്ററിലും നമ്മുടെ BRCകളിലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വിദ്യാരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് കഴിവുള്ള അധ്യാപകരുണ്ട്. ആ അധ്യാപകരെ ഉപയോഗിച്ച് കേട്ടറ്റിന്റെ പരിശീലനം ആക്കിയാൽ മതി. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തു വരുന്നത്. സംസ്ഥാന തലത്തിൽ നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അതിന് ഒരു കോർ റിസോഴ്സ് ഗ്രൂപ്പിനെ രൂപീകരിക്കുകയും അത് കൃത്യമായി ആ താഴെ തട്ടിൽ എത്തുന്നത് വരെ ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ രീതി ഇവിടെ അവലംബിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കോണ്ടാക്ട് ക്ലാസ്സും കൂടെ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ പക്ഷെ ഷാജി മാഷ് പറഞ്ഞ പോലെ ഈ റെക്കോർഡ് ചെയ്തത് അവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരിക, അങ്ങനെ പറയുമ്പോൾ അതിനൊരു ഫോളോ അപ്പ് ഇല്ലാതാവും. ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇതിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുപോലെ തന്നെ ചില അസൈൻമെന്റുകൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ പരാജയപ്പെടില്ല, എന്നാലും ഞാൻ പറയാം, ശ്രമിച്ചിട്ട് പരാജയപ്പെടുക, ശ്രമിക്കാതിരിക്കരുത്. നമ്മളിപ്പോൾ ഞാനിന്ന് വിചാരിച്ചത് അതാ. ഞാനിങ്ങനെ ഒരു പ്രത്യേകിച്ച് വിശേഷ ക്ലാസ്സൊന്നും എടുക്കുന്നില്ല, ചെറുതായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും എന്തെങ്കിലും സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ ആഗ്രഹമുണ്ട്, അത് ചില വിഷയങ്ങൾ. അപ്പം ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞതാ. അപ്പം അതുപോലെ നമ്മളൊരു സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയം പരിശീലിക്കുക, അത് തന്നെയാണ്, സെൽഫ് ലേണിംഗ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കേട്ടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു പരിധി വരെ കേട്ടത്തിന്റെ ഘടനയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, കാരണം ഒരുപാട് പേര് ഇത് എഴുതി പാസ്സായിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഷാജി മാഷ്ക്ക് അറിയാം. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പാണ് കേട്ടറ്റ് പരിശീലനത്തിന് വേണ്ടി പ്രൊഫഷണലായിട്ട് തന്നെ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തു, സിസ്റ്റൊക്കെ പിന്നെ ചെയ്തു വെച്ചു, ടീച്ചേഴ്സിനെ കണ്ടു, അങ്ങനെ കോൾ ഫോർ ചെയ്തു. സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ നന്നായി പരസ്യം ചെയ്തു. ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ടെറ്റ് കിട്ടാത്തവരായിട്ട്. വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് ടെറ്റ് ആർക്കേ വേണ്ടിയിരുന്നുള്ളൂ? നിലവിൽ TTC കഴിഞ്ഞ് അധ്യാപകരാവാൻ പോകുന്ന കുട്ടികൾക്ക്. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തെ ഏത് യോഗ്യതാ പരീക്ഷയും ആ യോഗ്യത നേടാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ സെലക്ഷന് മുമ്പെയാണ് വെക്കുക, അല്ലേ? ഇപ്പോ നഴ്സാവുന്നത് അത്തരം അഭിരുചിയുള്ള ആളുകളെ നഴ്സിംഗ് ട്രെയിനിങ് കൊടുക്കുന്നു, അവർ നഴ്സാവുന്നു. പോലീസ് അവരെ കായികക്ഷമതാ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പോലീസ് ട്രെയിനിങ് കൊടുക്കുന്നു, പോലീസ് ആവുന്നു. ടീച്ചേഴ്സിനെ മാത്രം എല്ലാവർക്കും സെലക്ഷൻ കൊടുക്കുന്നു, പിന്നെയാണ് നമ്മൾ ടെറ്റ് നടത്തിയിട്ട് കുറെ പേരെ പുറന്തള്ളുന്നത്. ഇപ്പൊ സർവീസിലുള്ളവരെയും പുറന്തള്ളാൻ പോകുന്നു. വിചിത്രമായ, ശരിക്കും അതിവിചിത്രമായ നിയമം എന്നല്ലാതെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ എന്താണ് പറയുക, ഭൗതികമായി മികച്ച നിലവാരം പുലർത്തുന്ന കുട്ടികൾ മറ്റു മേഖലകളിൽ പോകുന്നത് പോലെ, മെഡിക്കൽ, അതുപോലെ IT, എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസ് മേഖലകളിലൊക്കെ പോകുന്നത് പോലെ അധ്യാപനം എന്ന കരിയർ സെലക്ട് ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തി അവരിലാണ് ടെറ്റ് നടത്തേണ്ടത്. ആ ടെറ്റ് നടത്തി യോഗ്യത നിർണയിച്ചതിന് ശേഷം, ചിലപ്പോൾ ഇതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവും, ഞാനൊരു ആഗ്രഹം പറയാം, ആ കുട്ടികളെ ആവുമ്പോൾ ഇത്രയും യാതൊരു പ്രശ്നവും വരുന്നില്ല. കാരണം TTCക്ക് പഠിക്കാനുള്ള കരിക്കുലം തന്നെയാണ് ടെറ്റിന്റെ ഭാഗമായിട്ടും വരുന്നത്. ഏതായാലും അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മൾ മഞ്ഞുരുക്കൽ എന്നൊക്കെ പറയില്ലേ, പണ്ടത്തെ നമ്മൾ വളരെ മുമ്പേ കാലത്തുള്ളൊരു പരിചയമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കും നിങ്ങളോട്, വളരെ സിമ്പിളാണ്. ആ ചോദ്യത്തിന്റെ പിന്നിലൊരു യുക്തി ഞാൻ പിന്നീട് പറയും. ചോദ്യം ഇതാണ്: ക്രിക്കറ്റിലെ വ്യത്യസ്ത ഫോർമാറ്റുകളുണ്ട്, ഏകദിനം, T20, ടെസ്റ്റ്. ഇത്തരം ഫോർമാറ്റുകളിൽ ഇതിലേതെങ്കിലും ഒന്നിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഒരു കളിക്കാരൻ, ഇന്ത്യൻ കളിക്കാരൻ, അയാളുടെ പേര് നിങ്ങൾ മുമ്പിൽ നോട്ട്ബുക്കോ കടലാസോ ഉണ്ടെങ്കിൽ അവിടെ കുറിച്ച് വെച്ചാൽ മതി. നിങ്ങൾ ഉത്തരം പറയൊന്നും വേണ്ട. ചോദ്യം ക്ലിയർ ആണോ?
ആരെങ്കിലും ഒരാൾ പറയണം. ചോദ്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ക്രിക്കറ്റിലെ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച ഇന്ത്യക്കാരൻ എന്ന് വേണം 4 ഉത്തരവും തരാം. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. കേൾക്കുന്നില്ല? മ്യൂട്ട് ചെയ്യാൻ പറയോ? ഒരാൾ ജോയിൻ ചെയ്താൽ തോന്നുന്നു. അപ്പൊ ഞാൻ എന്റെ 4 ഉത്തരങ്ങൾ: സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, യുവരാജ് സിംഗ്. ഒന്ന് ഓർത്തോളൂ. ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഈ പറഞ്ഞ ഏത് ഫോർമാറ്റിൽ നോക്കിയാലും, ഒന്നുകിൽ ഏകദിനത്തിലാവാം, ഇല്ല ടെസ്റ്റിലാവാം, ഇതിനൊക്കെ കവർ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത്. അതിന്റെ പിന്നിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാവോ ശരി ഉത്തരം? പറഞ്ഞോളൂ. വിരാട് കോഹ്ലി. എങ്ങനെയാണത് മനസ്സിലാക്കിയത്? ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു ആ ന്യൂസ്. കറക്റ്റ്. ആ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപൂർവ ആളുകൾക്ക്, നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അല്ല, ടെണ്ടുൽക്കറെയാണ് മറികടന്നത്. ടെണ്ടുൽക്കർ 51 കോഹ്ലി 52. അപ്പൊ അത് മാതൃഭൂമിയുടെയും ദേശാമാനിയുടെയും ഒക്കെ ഫ്രണ്ട് പേജുകളിലുണ്ട്. എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജുകളുണ്ട്. അപ്പൊ പത്രം നമ്മളെ ഇപ്പൊ ഒറ്റ കാര്യം മനസ്സിലായല്ലോ. ഇത് ഇപ്പോ കിട്ടാത്തവര് ഒരുപക്ഷെ പത്രം വായിച്ചിട്ട് ഓർമ്മയിലില്ലാത്തവരുണ്ടാവും. പത്രം വായിക്കാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പത്രം വായിക്കണം. അതുകൂടെ പറയാനാണ്. പിന്നെ ഇതില് നമ്മൾ ഓർമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വായനയിൽ നിന്നാണ് അത് കിട്ടിയത്. അപ്പൊ വായന മസ്റ്റാണ്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഉത്തരം പറഞ്ഞത്. ഈ ചോദ്യം ഒരുപക്ഷെ അടുത്ത തവണ PCയുടെ ജനറൽ പേപ്പറിൽ വരാം. അതല്ലെങ്കിൽ USSന് നമുക്ക് കൊടുക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്നെങ്കിൽ കുട്ടികളോട് ചോദിക്കാം. കാരണം സ്പോർട്സ് ഒരു കാറ്റഗറിയാണ്. EVSല് പിന്നെ ഈ ചോദ്യം USSന് വരാം. അങ്ങനെ പല മേഖലകളിലും വരാം. കുഴപ്പമൊന്നുമില്ല. ഒരു ചോദ്യം ഇപ്പോ പിന്നെ സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ചരിത്രം, സംസ്കാരം, കായികം ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം. അപ്പൊ നമ്മുടെ വായനയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കൊരറിവ് കിട്ടുന്നു. നമ്മളത് റീകോൾ ചെയ്യുന്നു. നമുക്കവിടെ ഒരു സ്കോർ കിട്ടുന്നു. അപ്പൊ അതൊരു വഴിയാണ്. രണ്ടാമത്തെ നമ്മളൊന്ന് മിങ്കിളാവാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഈ വിശകലനം ചെയ്യുക, പരസ്പര ബന്ധം കണ്ടെത്തുക, വ്യാഖ്യാനിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ നിത്യജീവിതം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം, കുരുക്ക് മുറുകുന്നു. മുമ്പ് TV മുഴുവൻ അതാ. മുമ്പുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ ഏതെങ്കിലും കേസോ പ്രശ്നങ്ങളോ വരുമ്പോൾ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് കുരുക്ക് മുറുകുന്നു. ഇത്തരം കേസിനെ കുറിച്ച് അറിയാത്തൊരു കുട്ടി ഇത് കാണുമ്പോൾ കുട്ടിക്കത് മനസ്സിലാവില്ല, കുരുക്ക് മുറുകുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു ശൈലിയായി മാറുകയാണ്. അപ്പൊ ശൈലികൾ, പ്രയോഗങ്ങൾ ഇങ്ങനെ ഭാഷയിൽ ധാരാളമായിട്ട് വരും. ഇത് നമുക്ക് സ്വയം വ്യാഖ്യാനിക്കാൻ കഴിയണം. എന്താണ്? അയാൾ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അയാൾക്കെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ അതിനെ പെട്ടെന്ന് എന്താ പറയാ ഡീകോഡ് ചെയ്യും. ആ കുരുക്ക് കാണുമ്പോൾ. അല്ലാതെ കുരുക്കും മുറുക്കലായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പൊ വാക്കുകളുടെ രൂപീകരണത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുപോലെ ഒരു വാക്ക് ചോദിക്കട്ടെ നിങ്ങളോട്. മുമ്പ് ഞാനിത് ചോദിച്ചിട്ടുണ്ട്, എന്റെ TTC കുട്ടികളോട് വരെ ചോദിച്ചിട്ടുണ്ട്. പഴയ ചോദ്യം. ഒരു പദശ്രേണി പറയും, ഒരു പാറ്റേൺ ഓഫ് വേർഡ്സ്, ഒരു പദസംഘാതം. ശ്രദ്ധിച്ച് കേൾക്കണം. മാങ്ങ, മഞ്ഞ, എണ്ണ, കൊന്ന. 4 പദമായി. 5ാമത്തെ പദം ഏതായിരിക്കും? ആലോചിച്ചിട്ട് നോക്കിയാൽ മതി. കുറിച്ച് വെച്ചാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പദശ്രേണിയിൽ തുടർന്ന് വരുന്ന പദം ഏത്? മലയാളമാണ്. മാങ്ങ, മഞ്ഞ, എണ്ണ, കൊന്ന, ഡാഷ്. കിട്ടിയ ഒരാൾക്ക് പറയാം, അല്ലെ ഒരാൾ പറഞ്ഞാൽ മതി. എന്താ? വെരി ഗുഡ്. രമയോ? അതിൽ ഏറ്റവും നല്ലത് അമ്മ. കാരണം ആ ഒരു ഓക്കെ കറക്റ്റാണ്. ആ ഒരു വൈകാരികതയും കൂടി വരുമ്പോ അമ്മ എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ലത്, അല്ലേ? അമ്മ എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ലത്. ഉമ്മ ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വാക്കുകളിൽ ഒന്ന് അമ്മ, ഉമ്മ. ഇത് രണ്ടുമാണ്. അപ്പോ അമ്മയാണ്, അല്ലെ? മാങ്ങ, മഞ്ഞ, എണ്ണ, കൊന്ന, അമ്മ. അത് നമ്മൾ അനുനാസികാണ്. നമ്മൾ മൂക്കുകൊണ്ട് പറയുന്നല്ലേ? മാങ്ങ, മഞ്ഞ, അങ്ങനെയല്ലേ പറയാ? നോസിൽസോ. എൻ്റെ കുട്ടികൾ പലപ്പോഴും TTCക്കാരോട് ഇത് ചോദിച്ചാൽ അവർ പറയാ അച്ചാർ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. കാരണം മഞ്ഞ നിറത്തിലുള്ള മാങ്ങ, അതിൽ എണ്ണ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട്. അപ്പൊ വ്യാഖ്യാനത്തിലൂടെ, അപഗ്രഥനത്തിലൂടെ, പരസ്പര ബന്ധം കണ്ടെത്തലിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ കണ്ടെത്താൻ കഴിയും. ഇതിന് ഗണിതത്തിലൊക്കെ നല്ല ഉദാഹരണമുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടിയോട് 2, 4, 6, 8 ഡാഷ് എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയില്ലേ? നമ്മൾ പഠിച്ച പ്രോഗ്രഷൻ.
പ്രോഗ്രഷൻ ഇതിന്റെ വേറൊരു രൂപമാണ്. പാറ്റേണുകൾ പരസ്പര ബന്ധം കണ്ടെത്തൽ ഭാഷയിലും ഉണ്ട്. പെട്ടെന്ന് നമുക്കത് കിട്ടില്ല. 4 ഉത്തരം കൊടുത്തില്ലെങ്കിലും നമുക്കിത് കിട്ടും. നമുക്ക് കിട്ടും, കാരണം നമ്മൾ ടീച്ചേഴ്സാണ്. കാരണം നമുക്ക് അക്ഷരമാലയുടെ ക്രമം അറിയാം. അത് കുട്ടികളോട് ചോദിക്കുമ്പോൾ നമ്മൾ വേറെ രൂപത്തിലാണ് ചോദിക്കുക. അക്ഷരമാലയിലെ അക്ഷരങ്ങൾ അക്രമമായി കൊടുത്തിട്ട്, അത് ക്രമമില്ലാതെ കേട്ടോ, ക്രമരഹിതമായി കൊടുത്തിട്ട് ക്രമപ്പെടുത്താനാണ് പറയുക സാധാരണഗതിയിൽ. ഈ രൂപത്തിൽ ചോദിക്കാറുണ്ട്. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ചോദ്യം അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു സന്തോഷമായ കാര്യം കൂടി ഉണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ ഒരുപാട് മീറ്റിംഗ്, കാരണം കോവിഡ് കാലത്താണ് ഞാൻ പ്രിൻസിപ്പലായത്, 2 വർഷം. അപ്പോൾ അതിന് മുമ്പേ ഒരു 2-3 വർഷം നമ്മൾ ഇതുമായിട്ട് 2 വർഷത്തോളം നമ്മൾ മീറ്റിങ്ങിൽ മാത്രം. അപ്പോൾ കലക്ടർ വിളിക്കുന്ന മീറ്റിംഗ് ഉണ്ടാവും, DD വിളിക്കുന്ന മീറ്റിംഗ് ഉണ്ടാവും, ഡയറക്ടർ വിളിക്കുന്ന മീറ്റിംഗ് ഉണ്ടാവും. ഇതിനകത്തൊക്കെ ബഹളം എന്ന് പറഞ്ഞാൽ 6 പേര് മ്യൂട്ട് ചെയ്യാത്തതുണ്ടാവും, ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ടാവും, ഒരാൾ കുട്ടിയോട് സംസാരിക്കുന്നുണ്ടാവും. അതൊന്നും ഒരു കുറ്റമായിട്ട് പറയല്ല. പക്ഷേ ഇത് വളരെ കൃത്യമായി അച്ചടക്കമുള്ള അധ്യാപകരായി നമ്മൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അതിന് നിങ്ങൾ പ്രത്യേക അഭിനന്ദിക്കുകയാണ്. ഇനി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു കാര്യം പറയാം. 3/4 മണിക്കൂർ ഞാൻ സംസാരിക്കും, 15 മിനിറ്റ് ഇൻട്രാക്ഷനാണ്. ആ സമയത്ത് നിങ്ങളിൽ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളോ ചോദിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള സമയം ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഷാജി മാഷ കയ്യിൽ റിട്ടേൺ ആയിട്ട് കൊടുത്താൽ മതി. അപ്പം എനിക്ക് മാഷ അയച്ചു തരും. എനിക്ക് ഇപ്പോൾ വിശേഷം ഞാൻ മറ്റു ജോലിയൊന്നും ചെയ്തില്ല, അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ ഈ ഫെബ്രുവരി വരെ നിങ്ങളെ കൂടെ തന്നെ നിൽക്കാൻ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടേണ്ട. ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഇതിൻ്റെ ആമുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ട് നിങ്ങൾക്കറിയാമല്ലോ, LPക്കും UPക്കും ഹൈസ്കൂളിനും സ്പെഷ്യൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ലാംഗ്വേജ് ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്, ഇവരെല്ലാം വരും. അങ്ങനെ 4 കാറ്റഗറിയാണ്, 1, 2, 3, 4. ഇതിന് പുറമെ CTET ഉണ്ട്. CTETന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CTET പാസ്സായ ഒരാൾ ഈ 1ഉം 2ഉം ഇല്ലെങ്കിലും അവർക്ക് അത് യോഗ്യതയായിട്ട് പരിഗണിക്കുന്നതാണ്. അത് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യണം നമുക്ക്. അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. CTET നമ്മളെ 1നും 2നും മുകളിലാണ്, അതൊക്കെ മേലെ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് 1 നമ്മൾ സാധാരണ പറയുന്ന പോലെ പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജി അറിയാലോ, ശിശു വികാസവും നമ്മുടെ ബോധനശാസ്ത്രവും. അതോടൊപ്പം 2 ഭാഷ, മലയാളവും ഇംഗ്ലീഷും, ഗണിതവും പരിസര പഠനവും. കറക്റ്റ് അല്ലേ? UPയിലേക്ക് വരുമ്പോൾ ഈ പരിസര പഠനം എന്നുള്ളത് സയൻസോ സോഷ്യലോ ആയി മാറും. മാത്സിൻ്റെ കൂടെ ഒന്നുകിൽ സോഷ്യൽ അല്ലെങ്കിൽ സയൻസ്. ആ 2 വിഷയം എടുക്കുന്ന ആളുകൾക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അങ്ങനെ 150 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ അഭിപ്രായം ഞാൻ പറഞ്ഞതിൽ 150 മാർക്കിന് വേണ്ടി 30 അങ്ങനെ 150 മാർക്കിന് വേണ്ടിയല്ലേ? 90 മാർക്ക് കട്ട് ഓഫ് മാർക്ക്. ടീച്ചേഴ്സിന് എന്തെങ്കിലും അതിൽ വെയിറ്റേജ് ഏതെങ്കിലും തരത്തിൽ കൊടുക്കുന്നുണ്ടോ, റിലാക്സേഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നേതാക്കളോട് നിങ്ങൾ അന്വേഷിക്കണം. കാരണം മൈനോറിറ്റിക്കും റിസർവേഷൻ ഗ്രൂപ്പിനും ഒക്കെ ആയിട്ട് അതിൽ 83 മതി എന്നുള്ള ഒരു നിയമം നേരത്തെ ഉണ്ട്. സംഘടനയുടെ പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സംഘടനയുടെ നേതാക്കളോടാണ് അത് ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് സംഘടനയാണ്. കാരണം നിലവിലുള്ള ടീച്ചേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഈ 90 എന്നത് കാരണം നേരത്തെ പാലിച്ചിട്ടുണ്ട്. ഇപ്പോ മൈനോറിറ്റി ആയവർക്കും തന്നെ പറയാം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 83 മതി, അല്ലാത്തവർക്ക് 90. അപ്പൊ 89 കിട്ടിയ പിന്നെ എന്താണ് പറയണ്ടേ, ആ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ 89 കിട്ടിയ ശ്രീഹരി ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ശ്രീഹരി. അപ്പോ അത് മാഷയും ഷാഫി മാഷയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക, അത്തരം കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ. ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ പലപ്പോഴും അങ്ങനെ PSC പലപ്പോഴും അത് റീഡെഫൈൻ ചെയ്യാറുണ്ട്. പിന്നെ കട്ട് ഓഫ് മാർക്ക്. എന്റെ ശബ്ദം ക്ലിയർ ആവുന്നില്ല എന്നൊരാള് ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നു എനിക്ക്. സാറേ മൈക്ക് ഓൺ ആക്കുന്നുണ്ട് പലരും, അതുകൊണ്ടാണ് ഈ ക്ലിയർ ഇല്ലാത്തത്. ഞാൻ പിന്നെ വീഡിയോ ക്ലോസ് ചെയ്താൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവോ? സുജിത്ത് ക്ലിയർ അല്ല എന്ന് പറയുന്നു. ഞാൻ ഒന്ന് വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കട്ടെ.
ഇപ്പൊ ഞാൻ പറയുന്നതിൽ കൂടുതൽ കൃത്യത ഉണ്ടോ? ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ കൃത്യത ഉണ്ടോ? ഉണ്ട് സാർ, ക്ലിയർ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? നമ്മളിപ്പോ അവസാനം പറഞ്ഞ കാര്യം എന്തായിരുന്നു? നമ്മൾ കട്ട് ഓഫ് മാർക്കിന്റെ കാര്യം. ഇപ്പൊ PSC പോലും വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത കട്ട് ഓഫ് മാർക്ക് പല ഘട്ടങ്ങളിലായിട്ട് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ സർക്കാർ സംവിധാനത്തിന് നമുക്ക് ചെയ്തു തരാവുന്നേ. അത്തരം രീതിയിലുള്ള ഇടപെടലുകൾ സംഘടനാ തലത്തിൽ നടക്കണമെന്ന് ആശംസിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ടെറ്റ് 1 ആയാലും 2 ആയാലും അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. അത് PSC, ബാങ്ക് ടെസ്റ്റ്, LSS, USS എല്ലാം MCQ എന്നാണ് നമ്മൾ പറയുക. ഇത് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ട, കാരണം ക്ലാസ്സിൽ നിങ്ങളിത് ചെയ്യിക്കുന്നുണ്ട്. അത്തരം ക്വസ്റ്റിനെ പരിചയപ്പെടുത്തുകയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പരിശീലിപ്പിക്കുകയും ചോദ്യം ഉണ്ടാക്കാനാണ് പരിശീലിപ്പിക്കുന്നത് കുട്ടികളെ. ഉത്തരം പറഞ്ഞു കൊടുക്കുക, നമ്മൾ മീൻ പിടിച്ചു കൊടുക്കുന്നതിനാണ് മീൻ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ഉണ്ടാക്കി ഉത്തരം കണ്ടെത്താനുള്ള രീതിശാസ്ത്രമാണ് കുട്ടികളെ പഠിക്കേണ്ടത്. ഈ സിലബസ് മലയാളമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അത് പൊതുവായിട്ടാണ് പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് അക്ഷരമാല, പദങ്ങൾ, പ്രയോഗഭംഗി, ഭാഷാ വസ്തുതകൾ. മുമ്പ് വ്യാകരണം എന്ന് പറഞ്ഞിരുന്ന സംഗതി നമ്മളിപ്പോൾ ലാംഗ്വേജ് എലമെന്റ്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭാഷാ വസ്തുതകളാണ്. ഇപ്പം അല്ലാതെ ഉപമയായാലും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സംഖ്യ ആയാലും അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നത് കുട്ടി പഠിക്കുന്ന ഭാഷാ വസ്തുതകളാണ്. അതാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുപോലെ കടകഥകൾ, പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാട്ടോ. ചില പഴഞ്ചൊല്ല് ശൈലിയാണെന്ന് തർക്കിക്കുന്നവരുണ്ടാവും, ശൈലി പഴഞ്ചൊല്ലായി മാറിയതുണ്ടാവും, പൊതുചൊല്ലുകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോ മാർപ്പാപ്പയെ കുർബാന പഠിപ്പിക്കരുത് അല്ലേ? അത് പൊതുചൊല്ലാണ്, പുതുതായിട്ടുണ്ടായ സംഭവമാണ്. അങ്ങനെയുള്ള കുറെ സാധനമുണ്ട്. അപ്പുറത്തേക്ക് പുള്ളി അടിക്കരുത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ പഴഞ്ചൊല്ലി തിരിച്ചും ശൈലി വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാഹിത്യം. പ്രത്യേകിച്ച് 2 കഥ, കവിത, ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം, നോവൽ. ഇത് മലയാള സാഹിത്യത്തിലെ ഏത് പുസ്തകത്തിനെടുത്ത ഭാഗവും നിങ്ങളോട് ചോദിക്കാം. ഏത് പുസ്തകത്തിനെടുത്ത ഭാഗവും. കാരണം നമ്മൾ പ്രാചീന സാഹിത്യം മുതൽ നമ്മുടെ TPC കരിക്കുലത്തിലും BEd കരിക്കുലത്തിലും നമ്മൾ പ്രാചീന സാഹിത്യം മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആധുനിക സാഹിത്യം വരെയുള്ള കണ്ടന്റ് പഠിക്കണം എന്നാണ് അവർ നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസിങ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമ്മൾ സെൽഫ് ലേണിങ്ങിലൂടെ ഇത് നേടിയെടുക്കണം. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ സച്ചിദാനന്ദന്റെ ഒരു കവിത പേര് ഞാൻ ഓർക്കുന്നില്ല, ചേങ്കിൽ മുഖം വെച്ചു നട്ടില്ല. ഇപ്പൊ കവിത പുസ്തകത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ആ കവിത വലിയ വിവാദമല്ല, അത് ഭയങ്കര തർക്കമായി. എന്താണ് നട്ടുച്ചയ്ക്ക് ചേങ്ങ മുട്ടി വിളിച്ചെന്ന് പറയാൻ കാരണം? അപ്പൊ ഒരാൾ എനിക്ക് അന്ന് ഞാനതൊരു ട്രെയിൻ ക്ലാസ് ചോദിച്ചപ്പോൾ എനിക്ക് വാദ്യകലാകാരനാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങളൊന്നാണ് ചേങ്ങില. ആ ഉച്ചസ്ഥായി വേനലിനോട് സാമ്യപ്പെടുത്തുകയാണ്. അപ്പൊ കഠിനമായ വേനൽ, ആ വേനലിലാണ് വെള്ളം ദാഹിച്ചുകൊണ്ട് സന്യാസി അവിടെ എത്തുന്നത്. അപ്പൊ മാഷ് ഔട്ടായി പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്റെ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ സാർ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഏതൊക്കെ മേഖലയാണ് ഇതിൽ വരിക എന്നുള്ളത്. അപ്പോൾ 30 മാർക്കിന് പ്രയോഗഭംഗി, ഭാഷാവസ്തുക്കൾ, കടങ്കഥ, പഴഞ്ചൊല്ല്, ശൈലി, കവിത, കഥ, നോവല്, അവാർഡുകൾ, വാർത്തകൾ, മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ജനറൽ പേപ്പർ വേറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ വെറുതെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ അവാർഡുകളുടെ ബാഹുല്യം നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നില്ലേ? വയലാർ അവാർഡുണ്ട്, എഴുത്തച്ഛൻ അവാർഡുണ്ട്, മനോരമ കൊടുക്കുന്ന അവാർഡുണ്ട്, മാതൃഭൂമി കൊടുക്കുന്ന അവാർഡുണ്ട്. ഇങ്ങനെ നിരവധി അവാർഡുകൾ എഴുത്തുകാർക്ക് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവുക ചെയ്യുക. സാഹിത്യ അക്കാദമി അവാർഡുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുണ്ട്. ഇപ്പം ജ്ഞാനപീഠമൊക്കെ നമ്മൾ ഓർത്ത് വെക്കും. അപ്പോൾ ഓർത്ത് വെക്കാൻ കഴിയാത്ത ചില സാധനങ്ങൾ നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് മിക്കതും ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ നെറ്റിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം വയലാർ അവാർഡ് കിട്ടിയ എഴുത്തുകാരൊക്കെയാണ്. അപ്പം ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ നിങ്ങളോട്. ഞാൻ 4 എഴുത്തുകാരുടെ പേര് പറയും, അതിൽ വയലാർ അവാർഡ് കിട്ടാത്തത് ആർക്കാണെന്ന് പറയണം. പറയാൻ പറ്റില്ലേ? വയലാർ അവാർഡ് കിട്ടാത്ത 4 എഴുത്തുകാരുടെ പേര്, അല്ല, വയലാർ അവാർഡ്
കിട്ടിയ 3 ആളും കിട്ടാത്ത ഒരാളും. ഇപ്പോൾ എം മുകുന്ദൻ, ബെന്യാമിൻ, പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഈ സന്തോഷ് കുമാർ, ഇതിലാർക്കാണ് വയലാർ അവാർഡ് കിട്ടാത്തത്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ആണല്ലേ? കറക്റ്റാണ്. ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇത് അത്യാവശ്യം ഒരു ആവറേജ് കാഠിന്യമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അത്ര സിമ്പിൾ അല്ല. ഇപ്പൊ കുഞ്ഞബ്ദുള്ളക്ക് സ്മാരകശിലകൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് സംശയിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിന്റെ കാരണം എന്താ അറിയോ? സ്മാരകശിലകൾക്ക് കിട്ടിയേ പറ്റൂ. അത്രയും മനോഹരമായ നോവലാണത്. അതിനേക്കാൾ എത്രയോ മോശം എന്ന അടൂര് സിനിമയെക്കുറിച്ച് പറഞ്ഞതുപോലെയാ. മോശമായ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക. എത്രയോ മോശമായ കൃതികൾക്ക് കേരളത്തിൽ വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേക കൃതിയുടെ പേര് പരാമർശിക്കുന്നത് ശരിയാത്തതുകൊണ്ട് അത് പറയുന്നില്ല. സ്മാരകശിലകൾക്ക് കിട്ടാത്തതിൽ രൂക്ഷത പറയാൻ ഞാൻ എപ്പോഴും ചോദിച്ചു എൻ്റെ കുട്ടികളോട്, എന്തിനാണ് ബാപ്പു കണാരൻ തങ്ങളുടെ വീടിന്റെ മുമ്പിലെ അറബിപ്പുളി മരത്തിൽ തൂങ്ങി മരിച്ചത്? ആ നോവൽ വായിച്ചവർക്കറിയാം. വടകരക്കാർ ഇതിലുണ്ടാവുമല്ലോ. ആ നോവലില് ഇപ്പൊ എക്കോ സിനിമയിലെ മിസ്റ്ററി പോലെയാണ്. ആ നോവലിൽ എവിടെയും പറയാത്തൊരു കാര്യം, ഒരു ദിവസം രാവിലെ ബാപ്പു കണാരൻ അറബിപ്പുളി മരത്തിൽ തൂങ്ങി മരിച്ച് കിടക്കുന്നത് കണ്ടു എന്നാണ്. എന്തിനാണ് ബാപ്പു കണാരൻ തൂങ്ങി മരിച്ചത്? എവിടെയും പറയുന്നില്ല. അത്തരമൊരു അവസ്ഥ ബാപ്പു കണാരൻ മുൻപേ അനുഭവിക്കുന്നില്ല. ആ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കാര്യസ്ഥനാണ്. അറയിൽ വരെ കയറാം. കാര്യസ്ഥന് വീട്ടിന്റെ അറയിൽ, സ്ത്രീകളുടെ മുറികളിൽ വരെ, ബീവിയുടെ അറയിൽ വരെ കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ അതായിരിക്കുമോ കാരണം? അതല്ലെങ്കിൽ ജാര പരമ്പരകളുടെ ഒരു കഥ തന്നെ ഉണ്ട് സ്മാരകശിലകളിൽ. അച്ഛനില്ലാത്ത കുട്ടികൾ, കുഞ്ഞാലി അച്ഛനില്ല, വള വിൽക്കാൻ വന്ന് ചെട്ടിച്ച് തങ്ങൾ മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പിറ്റേത്തെ വർഷം വരുമ്പോൾ ഒക്കത്തൊരു കുഞ്ഞുമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ പലരെക്കുറിച്ചും പല ഉപകഥകൾ അതിനകത്തുണ്ട്. ഒരുപക്ഷെ ഞാൻ ചോദിച്ചു, ഒരുപക്ഷെ എൻ്റെ ഒരു ചോദ്യം, കുഞ്ഞാലിയുടെ വാപ്പ പിന്നെ ബാപ്പു കണാരനായിരിക്കുമോ? ഞാൻ നോവലിന്റെ ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. നോവലിന്റെ പേര് മാത്രമല്ല, നോവൽ ഭാഗങ്ങൾ ചോദിക്കും. ഒരു പ്രത്യേക ഭാഗം കൊടുത്തിട്ട് ഇത് ഏത് കൃതിയിൽ നിന്നാണ് കൃത്യമായി ചോദിക്കും. നമ്മളത് വായിക്കുക തന്നെ പറ്റൂ. മലയാളത്തിലെ ലീഡിങ് നോവലും കഥകളും നമ്മൾ വായിക്കും. ഒരു 10 ചെറുകഥന്റെ പേര് ഞാൻ പറയട്ടെ, എൻ്റെ ഓർമ്മയെന്ന് പറയാണ് ഞാൻ, എല്ലാവരും വായിച്ചിരിക്കട്ടെ. ഇപ്പോൾ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, സുഭാഷ് ചന്ദ്രൻ, ലത്തൂരിലെ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതപ്പെട്ട കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ചെറുകഥയാണ് ഈ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. കടൽ തീരത്ത് വിജയന്റെ, MP നാരായണപിള്ളയുടെ കള്ളനോ മൃഗാധിപത്യോ ഒരെണ്ണം, ടി പത്മനാഭന്റെ മക്കൻ സിംഗിന്റെ മരണം, ഈ സന്തോഷ് കുമാറിന്റെ കുന്നുകൾ നക്ഷത്രങ്ങൾ. ഇങ്ങനെ പിന്നെ പഴയത് പറയുകയാണെങ്കിൽ നമ്മൾ പൂവമ്പഴം, രാച്ചിയമ്മ, ബഷീറിന്റെ ഏതെങ്കിലും കഥകൾ, ഇങ്ങനെ നമ്മൾ സെലക്റ്റീവായിട്ട് കുറച്ച് കഥകളൊക്കെ വായിക്കുകയും നമുക്ക് നമ്മളെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന നോവലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വാധീനം കൊണ്ട് പൈങ്കിളി പ്രസിദ്ധീകരണങ്ങൾ പോലും വലിയ സ്വീകാര്യത നേടുന്നുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള. ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒരുപാട് നോവലുകളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളൊരു പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു ബാക്കി പറഞ്ഞില്ല. അപ്പൊ സച്ചിദാനന്ദന്റെ കവിത പഠിപ്പിക്കുമ്പോൾ കവിതയിൽ 12 വരിയേ ഉള്ളൂ. ടീച്ചർ എന്ത് മാത്രമേ അഡ്രസ് ചെയ്യുന്നുള്ളൂ? ആ ചേങ്ങിലെ മുട്ടി വിളിച്ച അവിടെ തുടങ്ങിയ ഞാൻ അതാണ്. ആ കവിത മാത്രമേ ടീച്ചർ അഡ്രസ് ചെയ്യുന്നുള്ളൂ. ടീച്ചർ എന്താണ് വേണ്ടത്? ആ കവിതയുടെ പൂർണ്ണ രൂപം വായിക്കണം. കണ്ണീർ പാടത്തിൽ 16 വരിയാണ് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ UP ക്ലാസ്സിൽ അതിൽ 8 വരിയാണ് പഠിക്കാനുള്ളത്. അതല്ല ടീച്ചർ നോക്കേണ്ടത്, അല്ലെങ്കിൽ രക്ഷിതാവ് നോക്കേണ്ടത്. ആ കവിത സംഘടിപ്പിക്കുകയും ആ പുസ്തകം സംഘടിപ്പിക്കുകയും അതിനെ ഹോളിസ്റ്റിക് ആയിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയൂ. അല്ലാതെ ഇതിനപ്പുറം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? അപ്പൊ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വായന വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് പത്ര വായനയിൽ തുടങ്ങണം. ഞാൻ നിർദ്ദേശിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഉള്ളടക്കത്തിന്റെ ഗുണമേന്മ കൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ വായനയുടെ ഒരു വൈവിധ്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പും ഭാഷാഭൂഷണിയും പച്ചക്കുതിരയും, ഇനിയിപ്പോൾ മാധ്യമ ആഴ്ചപ്പതിപ്പ് പോലും. ഒരു കാലത്ത് മാധ്യമ ആഴ്ചപ്പതിപ്പായിരുന്നു കേരളത്തിൽ ഈ മറ്റ് വീക്കിലികളെ മറികടന്നിട്ട് മുന്നോട്ട് പോയത്. അവർ പിന്നീട് പിറകോട്ട് വന്നു, ഒരുപാട് പുതുമകളോടെ വന്നിരുന്നു. ഒറ്റ പേജിൽ ഒരു ലേഖനം തീർക്കുക. നമ്മൾ കാണുമ്പോൾ എന്താ 4, 5, 6, 12 പേജിൽ നീണ്ടു കിടക്കുമ്പോൾ നമുക്കൊരു ചടപ്പ് തോന്നും. അതുപോലെ ശേഷം ഭാഗം 13-ാം പേജിൽ, അതൊന്നും മാധ്യമം തുടങ്ങിയ കാലത്തുണ്ടായിരുന്നില്ല. ഒരു പേജ് സ്കാൻ ചെയ്ത് അതിനകത്ത് വൃത്തിയായ കാര്യങ്ങൾ എഴുതി അവിടെ തീരാവുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പറയുന്ന രീതിയിലായിരുന്നു
അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു സർക്കുലേഷൻ കുറഞ്ഞു. പിന്നെ സർക്കുലേഷൻ്റെ കാര്യങ്ങൾ ഇപ്പം വായനയുടെ മാനദണ്ഡമൊന്നുമല്ല, അതും നമ്മൾ പറയേണ്ടത്. അവർ തന്നെ പരസ്പരം പരസ്യങ്ങൾ, ഇപ്പോൾ ഒരു പത്രക്കെട്ട് ആട് കടിക്കുന്ന ഫോട്ടോ ഒരു പത്രം കൊടുക്കും, മറ്റവർ ആക്രിക്കടയിൽ തൂക്കി വെക്കുന്നതിൻ്റെ ഫോട്ടോ കൊടുക്കും, ഞങ്ങൾക്കാണ് സർക്കുലേഷൻ എന്ന് കാണിക്കാൻ. അപ്പോൾ സർക്കുലേഷൻ വായനയിലൂടെയല്ല, പക്ഷെ നമ്മൾ വായിക്കണം. സ്കൂളിൽ പത്രമുണ്ട്, ക്ലാസ്സിൽ പത്രമുണ്ട്. ഇല്ലെങ്കിൽ സ്കൂളിലും ക്ലാസ്സിലും പത്രം ഉണ്ടാവുക എന്നത് നമുക്ക് കേട്ടിട്ട് കിട്ടാനുള്ള വഴികളിലെ ഒരു ഏറ്റവും അടുത്ത ഒരു മാർഗ്ഗമാണ്. നമ്മൾ ഇടവേളവും നോക്കും, അതിനകത്ത് കമ്പോള നിലവാരം നോക്കണം, മുഖപ്രസംഗം നോക്കണം, രാഷ്ട്രീയ വിശകലനം നോക്കണം, ചരമക്കോളം നോക്കണം, എല്ലാ കോളവും നോക്കണം, സ്പോർട്സ് നോക്കണം. കാരണം വായനയുടെ ഒരു പാറ്റേൺ തന്നെ രൂപീകരിക്കണം. അപ്പം ഞാനൊക്കെ വായിക്കുമ്പോൾ ചെറുപ്പകാലത്തെ വായിക്കുന്ന സമയത്ത് ഒരു സ്വഭാവമുള്ളത്, ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി പിറകിലെ പേജിലേക്ക് പോയി തിരിച്ച് വന്നിട്ട് സ്പോർട്സ് പേജിൽ അവസാനിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. പിന്നെ എനിക്കും മുഖപ്രസംഗം സ്ഥിരമായി വായിക്കുന്ന സ്വഭാവമല്ല. ആ പേജിൽ എന്തെങ്കിലും കനപ്പെട്ട നമ്മൾ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ജനാധിപത്യത്തെയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കാളീശ്വര രാജൻ്റെ ലേഖനമൊക്കെ കണ്ട ഉടനെ വായിക്കും. മുഖപ്രസംഗങ്ങൾ ഞാനും പലപ്പോഴും അവോയ്ഡ് ചെയ്യപ്പെടും. മുഖപ്രസംഗം ഒരു ഡിസ്കോഴ്സ് ആയിട്ട് തന്നെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹൈസ്കൂളിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മുഖപ്രസംഗം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ തലക്കെട്ട്, അടിക്കുറിപ്പ്, പിന്നെ വിശേഷിപ്പിക്കൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭാഷയുടെ മീഡിയയെ പരിശീലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഓരോന്ന് എടുത്ത് നോക്കിയാൽ 30 മാർക്കാണ് ഇതിലുണ്ടാവുക മലയാളത്തിന്. 30 മാർക്ക് കിട്ടാൻ മീൻസ് മാർക്ക് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു 1/4 അങ്ങനെയുണ്ടോ ഇപ്പോൾ PSC ആണെന്ന് തോന്നുന്നു 1/4. അറിയാമോ ആർക്കെങ്കിലും ടെറ്റായിട്ട് ബന്ധപ്പെട്ട് 1/4 ഇപ്പം നിലവിലുണ്ടോ? ഇല്ലെങ്കിൽ മൈനസ് മാർക്ക് ഇല്ല സാറേ. മൈനസ് മാർക്ക് ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായി. അപ്പൊ അത് നല്ല കാര്യം. അപ്പൊ നമുക്ക് ഊഹിച്ചെഴുതാം, ചിലതൊക്കെ ഊഹിച്ചെഴുതാം, അങ്ങനെ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര ബന്ധം കണ്ടെത്തി നമ്മൾ വായനയിലൂടെയും ചില കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ നമ്മൾ പിന്നെ ഈ എന്ന് പറഞ്ഞ ഓർമ്മയെന്ന് കിട്ടും അല്ലേ? അങ്ങനെ പല രൂപത്തിൽ നമുക്കത് കിട്ടും. മറ്റൊന്ന് നമ്മളെ ഈ പിന്നെ പഴയൊരു കഥയും നമ്മളത് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ഹാൻഡ് ബുക്കിൽ പേജ് ഞാൻ മറന്നു, കൃത്യമായിട്ട് കൊടുത്തിട്ട് പഴയൊരു വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മ. 2 ഉദാഹരണം കൊടുത്തു, അത് എഴുതാൻ ഞാൻ കൂടിയിരുന്നു എൻ്റെ ഓർമ്മ. പിന്നെ കാക്ക കുടിച്ചാൽ കൊക്കാകുമോ, പിന്നതല്ല ഒന്നല്ല, ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു അതിൽ കൊടുത്തിരിക്കുന്നത്. അന്ന് നമ്മുടെ PP പ്രകാശ് മാഷൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ PSC മെമ്പറാണ്. മാഷൊക്കെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഷാജി മാഷൊക്കെ അന്ന് മാത്സിലുണ്ട്, ഞങ്ങൾ മലയാളം ഗ്രൂപ്പിലുണ്ട്. ആ സമയത്താണത് എഴുതിയത്. ആ പുസ്തകമാണോ അപ്പം നിങ്ങളുടെ ഹാബുക്കാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം അത് 14ലോ 16ലോ ആയിരിക്കില്ല. എന്തായാലും അത് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായ 2 കാര്യങ്ങളല്ലേ. അപ്പൊ കാക്ക വിളിച്ചാൽ കൊക്കാകുമോ നമ്മളെല്ലാവരും പ്രയോഗിക്കും. നമ്മൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാക്ക വിളിച്ചാൽ കൊക്കാകുമോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആരെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്? കൊക്കിനെയല്ലേ? അല്ലേ? കാക്ക കുടിച്ചാൽ കൊക്ക അല്ലേ? സംശയമുണ്ടോ? അതെ അതെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് വർണ്ണവെറിയാണ്. കാക്കയുടെ ശുചിത്വമില്ലായ്മയല്ല, കാക്കയും കുയിലും പിന്നെ കൊക്കും കൂട്ടുകാരാണെന്നല്ല, വെളുപ്പും കറുപ്പും 2 നിറങ്ങളാണെന്നല്ല, കറുപ്പ് മോശമാണ് തന്നെയാണ് അത് സ്ഥാപിക്കുന്നത്. കറുപ്പ് മോശമാണ് എന്ന് തന്നെയാണ് അത് സ്ഥാപിക്കുന്നത്. കാക്ക കുടിച്ചാൽ കൊക്കാകില്ല എന്ന് പറഞ്ഞാൽ കാക്കയുടെ കറുപ്പ് നിറം മോശമാണ് എന്നും അത് എത്ര കഴുകിയാലും പോവില്ല എന്നും അതുകൊണ്ട് കൊക്കിനെ പോലെ മനോഹരിയാവില്ലെന്നും. ശുചിത്വത്തിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. കൊക്കെപ്പോഴും ചളിക്കൂട്ടിലുണ്ടാവുക. ഏറ്റവും മലീമസമായ ചളിക്കുളത്തിൽ പോലും കൊക്കുണ്ടാവും. കാക്കയോ ചീത്തകൾ കുത്തി വലിക്കുമെങ്കിലും ഏറ്റവും വൃത്തി വെളിപ്പെടുന്നോ ഇടാത്തിയാണെന്നാലും സൂര്യപ്രകാശം കുറ്റതൊഴി എന്ന് വലപ്പുള്ളി പറഞ്ഞ കാക്ക ഇപ്പുറത്ത്. അപ്പോ അബോധമായി വർണ്ണ വികാരത്തെ ഉണർത്തുന്ന രീതിയിലുള്ള ചില ചൊല്ലുകളുണ്ട്. നമുക്കതിന് മറികടക്കാവുന്നേ ഉള്ളൂ. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞാലോ? എവറസ്റ്റ് കീഴടക്കിയ 14 വയസ്സുകാരിയോട് പത്രക്കാർ ചോദിച്ചു, ആ കുട്ടിയോട് ഞാൻ തോന്നുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് എവറസ്റ്റ് കീഴടക്കിയതെന്ന് ചോദിച്ചപ്പോൾ അതവിടെ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ കൃത്യമായ മറുപടിയില്ല. അതൊരു ശൈലിയും പറയാം, ഗൂഗിൾ കുട്ടി അല്ലേ, അതവിടെ ഉള്ളത് കൊണ്ട് എന്ന്. അപ്പോ അതുപോലെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊക്കാണെങ്കിൽ ഈ കുട്ടി അത് കയറില്ല. കാരണം സാധ്യമല്ല. ഒരു സാധാരണ കുന്ന് കയറാൻ കഴിയാത്ത ഒരു പ്രായത്തില്
ഒരു കുട്ടിക്ക് എവറസ്റ്റ് കയറാൻ തോന്നുകയും അത് കയറി പൂർത്തിയാക്കി. എനിക്കിപ്പോഴും തോന്നുന്നു കന്യാകുമാരി നിന്ന് സൈക്കിളിൽ ഒരു കുട്ടി ജമ്മു കാശ്മീരിലേക്ക് യാത്ര പോകുന്നു എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ സംസ്ഥാനത്തെ സ്പോർട്സ് മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, ഇവർക്ക് എവിടെയാ ഷെൽട്ടർ, ഇവർക്ക് എവിടെയാ കിടപ്പാടം, ഇവർക്ക് എവിടുന്ന ഭക്ഷണം കിട്ടുക? കാരണം നമ്മൾ ആശങ്കകൾ അതൊക്കെയാണ്. പക്ഷെ അവന്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, അല്ലേ? അവന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ മാർഗം. അതിനുവേണ്ടി അവൻ ഒരുപാട് പ്രയത്നിച്ചിരിക്കും, ഒരുപാട് മാർഗങ്ങൾ അവൻ കണ്ടെത്തിയിരിക്കും, ഒരുപാട് റൂട്ടുകൾ അവൻ തയ്യാറായിരിക്കും. ഓരോ സ്ഥലത്തും എത്തിപ്പെടുമ്പോൾ താൻ എവിടെ പോകാമെന്ന് അവൻ മുൻകൂട്ടി കണ്ടിരിക്കും. ഇനി അങ്ങനെ ഒരു സ്ഥലത്ത് അല്ലാതെ എത്തിപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് വരെ അവൻ പ്ലാൻ ചെയ്തിരിക്കും. ഇനി ഒന്നുകൂടുണ്ട്, ബാക്കി വരുന്നത് വെച്ച് കാണാൻ നമ്മൾ പറയുന്നത്. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ കൊക്കിൽ ഒതുങ്ങുന്ന നല്ല കൊത്തുണ്ട്. അപ്പോ പഴഞ്ചൊല്ലുകൾക്കൊക്കെ തുള്ളിപ്പോകുന്ന കാലത്തെ വർണ്ണ വ്യവസ്ഥയുടെ ഭാഷയുടെ ഒരു മേൽക്കോയ്മ ഉണ്ട്. അതെല്ലാവരും ഉണ്ട്. ഞാൻ പറയാറുണ്ട്, വേശ്യക്ക് പുല്ലിങ്ങല്ല, വേശ്യക്ക് പുല്ലിങ്ങല്ല, വിധവയ്ക്ക് ഡ്രസ് കോഡ് ഉണ്ട്. ശുഭകാര്യങ്ങളിൽ പങ്കാളിയാവാൻ പാടില്ല, അതൊരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിക്കണം. ഭാര്യ മരിച്ച ഭർത്താവോ അല്ല സോറി അതെ വിധുരനോ വിധുരെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞില്ല, ഭർത്താവിൽ ആണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടോ? ഒരു ഡ്രസ് കോഡും ഇല്ല. അങ്ങനെ ഒരു പരിഗണനയാരും, അതായത് അങ്ങനെ ഒരു പ്രത്യേക പരിഗണിക്കേണ്ട ആളാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയ ആളാണ് ഇദ്ദേഹം എന്ന് ചിന്തിക്കുന്നേ ഇല്ല, ഇല്ലേ? ചെറ്റ എങ്ങനെ വന്ന വാക്കാണ്? തറ എങ്ങനെ വന്ന വാക്കാണ്? ചെറ്റ വന്നത്, ചെറ്റ എന്ന വാക്ക് നമ്മൾ ചെറ്റപ്പുര തന്നെയാണ്. ഏറ്റവും മോശപ്പെട്ടവരെ താമസിക്കുന്ന, ഏറ്റവും താഴ്ന്നവരുടെ വീട് എങ്ങനെ രൂപപ്പെട്ടോ ആ പദം ഏറ്റവും ഏറ്റവും മോശക്കാരനായ വ്യക്തിയായി മാറി, അല്ലേ? നീയരിച്ചതിന് ശേഷമല്ലയോ തീയരിച്ചത് സാധുവിൻ മാടം. കുടിയൊഴിക്കല് വൈലോപ്പള്ളി ചോദിക്കുന്നുണ്ട്, ചെക്കൻ ബീഡി വലിച്ചിട്ടാണ് കുടിയാന്റെ വീട് പോയത്, ഒരു ചെറ്റക്കുടിയാണ്. അതിന് പ്രതികാരമായിട്ടാണ് അയാൾ അവിടുത്തെ തമ്പാട്ടിമാരെ പ്രാക്കുന്നത്. അപ്പൊ ചോദിക്കുന്നത്, ബോധമറ്റ കടന്നലെ നീയൻ മാതൃസോദരിമാരെയോ കുത്തി. ആ ഒരു സംഘർഷം, വല്ലാത്ത സംഘർഷമാണ്. കവിയും കാമുകനും ആണ് നായകൻ. അതില് കീഴാളനും കീഴാള ഭാഗമാണ് അതിലെ സംഘർഷത്തിൽ ഏർപ്പെടുന്നു. നല്ല നല്ല കവിത. ലോക നമ്മുടെ മലയാളത്തിൽ നിന്ന് നമുക്ക് ലോകസാഹിത്യത്തിൽ എടുത്ത് കാണിക്കാനുള്ള കവിതകളിൽ ഒന്ന്, ഖണ്ഡകാവ്യങ്ങളിൽ ഒന്ന് ഉപയോഗിക്കലാണ്. ആനുഷംഗികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് പഴഞ്ചൊല്ലിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പൊ അരിയെറിഞ്ഞാൽ 1000 കാക്ക, എന്തായിരിക്കും അത്? അതിന് ഉത്തരം ഞാൻ പറയാം. ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന അർത്ഥമല്ലല്ലോ. ഒരാളൊന്ന് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ ആപ്പുറത്തിരിക്കുന്നതും പട്ടിയെ പേടിക്കണോ? ഇതിന്റെ ഒക്കെ ഒറിജിൻ എങ്ങനെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ പിന്നീട് ശ്രമിച്ചാലും മതി, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ശ്രമിച്ചിട്ട് അടുത്തൊരു സമയത്ത് നമുക്കത് റിട്ടേൺ ആയിട്ടോ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല്. നിങ്ങൾ മാത്രമല്ല, നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്നേ ഉള്ളത്. ഞാൻ പറഞ്ഞൊരു ഉദാഹരണവും കൊടുക്കുക, ഹാൻഡ് ബുക്കിൽ നോക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നോടൊരാൾ ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ ഒരു മാനസിക നില അറിയാൻ വേണ്ടി ഞാൻ ഷാജി മാഷോട് പറഞ്ഞിട്ട് ഒരു ടീച്ചറെ വിളിച്ചിരുന്നു. ആ ടീച്ചർ എന്നോട് പറഞ്ഞത് റെഫറൻസ് മെറ്റീരിയൽ എന്താണ്? ഞാൻ പറയും, ആദ്യവും അവസാനവും നിങ്ങൾക്ക് ഒറ്റ റെഫറൻസ് മെറ്റീരിയലേ ഉള്ളൂ, ഹാൻഡ് ബുക്ക്. അത് ഹാൻഡ് ബുക്ക് നല്ല പേര്, ടീച്ചർ ടെക്സ്റ്റ്. അത് സമ്പൂർണ്ണമാണ്. ഇനി അതിൽ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് കൃത്യമായി പരിഹരിക്കാനും അത് പരിഷ്കരിക്കാനുള്ള ബോഡി ഇന്ന് സജീവമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ട, ഹാൻഡ് ബുക്കിനെ ആശ്രയിക്കാം. പക്ഷെ ഹാൻഡ് ബുക്കിന് ചില സൂചനകൾ ഉണ്ടാവും. ഇന്ന പുസ്തകം, അല്ലേ? NS മാധവന്റെ ഈ ഹിഗ്യുറ്റ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. ആ കഥയിൽ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് അപ്പൊ ഏത് പുസ്തകത്തിലാണ്? കുട്ടികൾ ചോദിക്കുക, ഏത് പുസ്തകത്തിലാണ് കഥ ഉള്ളത്? കുട്ടികൾക്കും വായിക്കാൻ തോന്നും, കാരണം ഫുട്ബോൾ അത്രയും രസമാണല്ലോ. മാത്രമല്ല ഹിഗ്യുറ്റ എന്ന കഥാപാത്രം അവർക്ക് കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇപ്പോഴും ആ വീഡിയോ ലൈവാണ്. ഹിഗ്യുറ്റ സ്കോർപ്പിയൻ കിക്ക് എന്ന് പറഞ്ഞിട്ട് മൈതാന മധ്യത്തു നിന്ന് ഗോൾ പോസ്റ്റിലേക്ക് വരുന്ന ഗോള്, അയാൾ ഗോളിയാണ് ഹിഗ്യുറ്റ, നേരെ തിരിഞ്ഞിട്ട് മുന്നോട്ട് കുതിച്ചിട്ട് പിൻകാല് കൊണ്ട് തേള് കുത്തും പോലെ കുത്തി അകറ്റിന്നാണ്. അങ്ങനെയാണ് ഫുട്ബോളിലെ സ്കോർപ്പിയൻ കിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അത് കുട്ടിക്ക് ഭയങ്കര ഹര. അപ്പൊ കുട്ടികൾ ചോദിക്കുന്നത് ഏത് പുസ്തകത്തിലാണ് ടീച്ചറേന്ന്? അപ്പൊ ഹാൻഡ് ബുക്കിൽ
ഹിഗിറ്റ എന്ന് മാത്രമേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ NS മാധവന്റെ കഥാസമാഹാരം സംഘടിപ്പിക്കണം, ലൈബ്രറിയിൽ നിന്ന് അത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആ കഥയുടെ ഫോട്ടോസ്റ്റാറ്റ് മുഴുവനായിട്ട് എടുത്തു കൊടുക്കണം. അങ്ങനെ കുട്ടിയെ NSന്റെ വേറെ കഥകളുണ്ട്, തിരുത്തിലേക്കും ചൂളൈമേട്ടിലെ ശവങ്ങളിലേക്കും. തിരുത്തറിയാലോ അല്ലേ? നമ്മളെ ഇന്ത്യയിൽ സംഭവിച്ച വലിയൊരു മാനവധ്വംസനത്തിന്റെ ഒരു കഥയാണ്, അതിന്റെ പ്രതീകമായി എഴുതിയ കഥയാണ് തിരുത്ത്. അപ്പൊ അത്തരം കഥകൾ കുട്ടികൾ വായിക്കുകയും പഠിക്കുകയും വൻമരങ്ങൾ വീഴുമ്പോൾ, NS മാധവന്റെ പ്രസിദ്ധമായ കഥയാണ്. അതിലൊരു ചോദ്യം വരാട്ടോ, പ്രത്യേക സംഭവങ്ങളെ ആസ്പദമാക്കി അല്ലാതെ NS മാധവൻ എഴുതിയ നോവൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കേണ്ടത് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നാണ്. അത് നോവലാണ്. പ്രതിരോധ മന്ത്രിയായിട്ട് സാറിന്റെ എല്ലാ പരിപാടിയുമായി പങ്കെടുക്കുന്ന, അവശനായിട്ടുണ്ടെങ്കിലും സജീവമായ രംഗത്തുള്ള NS. എനിക്ക് ആ കഥ എനിക്കത് നാടകമാക്കിയപ്പോൾ കാണാൻ പറ്റിയില്ല. ഹിഗിറ്റ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ അത് കളിച്ചിരുന്നു, ഹിഗിറ്റ വയലിൽ ആ കഥയുടെ നാടകരൂപം. അപ്പോൾ മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഭാഷാ വസ്തുതകളാണ്. നമ്മൾ പറയുന്നതിൽ അലങ്കാരം, വൃത്തം, സമാസം, വിഭക്തി, എന്തൊക്കെയാ ഞങ്ങൾ പറയാ, ചിഹ്നനം, ഇതൊക്കെ ചോദിക്കാം. ചിഹ്നനമൊക്കെ നമുക്ക് എളുപ്പമല്ലേ? ഇപ്പോൾ താഴെ പറയുന്നവയിൽ വ്യാക്ഷേപക ശബ്ദത്തിന് ഉദാഹരണമായത് ഏത്? അപ്പൊ അതിന് ഉത്തരം 3 ഉത്തരം കൊടുത്തിട്ട് അതിന്റെ താഴെ ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര. അപ്പൊ ഒരു ഹാ കഴിഞ്ഞിട്ട് അതിനല്ലേ വ്യാക്ഷേപകം എന്ന് പറയാ, അല്ലേ? ആരെങ്കിലും പറയൂ, അല്ലേ? അതെ. വെരി ഗുഡ്. നമ്മൾ പറയൂ ഭിത്തിക, പൂർണ്ണവിരാമം, അല്പവിരാമം, ചോദ്യചിഹ്നം, ഇതൊക്കെ ഭാഷാവസ്തുക്കളിൽ പെടും. അപ്പൊ ഭിത്തിക എന്താ ഓർക്കുന്നുണ്ടോ? ഭിത്തിക ചോദ്യചിഹ്നവും വ്യാക്ഷേപകവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു കുത്തൊരു കോമയല്ലേ സാറേ? 2 കുത്താന്ന് എനിക്ക് തോന്നുന്നത്. ഭിത്തിക കോമ അർദ്ധവിരാമല്ലേ? അർദ്ധവിരാമൻ. 2 കുത്ത് ഇങ്ങനെ മുകളിലും താഴെയും കുത്തിയാൽ ഭിത്തികയാന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നത് ഭിത്തിക. മറ്റേത് അർദ്ധവിരാമാണ്, കുത്തും കോമയും സെമികോളൻ. അപ്പൊ അവിടെ അല്ല, ഇതിന്റെ ഒന്നും നമ്മളിതിന്റെ കറക്റ്റ്നെസ് അല്ല നോക്കുന്നത്. നമ്മളിത് പഠിച്ചിരിക്കണം. ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മളിത് അറിഞ്ഞിരിക്കണം. കാരണം നാട്ടിലെ ഏത് കാര്യവും ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളോട് കുറെ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും SIR പൂരിപ്പിച്ചു തരുമെന്ന്. തന്ത്രപൂർവ്വം നമ്മൾ ഒഴിഞ്ഞു മാറും. കാരണം അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. ലോകത്ത് ഇത്രയും വക്രീകരിച്ചൊരു ഭാഷയിൽ ഒരു ഫോം ഞാനിതുവരെ കണ്ടിട്ടില്ല. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അതിൽ നോക്കൂ, അതിൻ്റെ 3ാമത്തെ പുതിയ ആളെ ചേർക്കേണ്ട കോളത്തിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്, അതിൽ SIRൽ പേര് ചേർത്ത അവസാന ബന്ധുവിന്റെ വിശദാംശങ്ങൾ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. SIRൽ പേര് ചേർത്ത അവസാന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ ചേർക്കാൻ പോണോ അവൻ്റെ അച്ഛൻ്റെ പേര് അതിൽ എഴുതണം എന്നാ പറയുന്നത്. അപ്പൊ എൻ്റെ മോൻ അന്ന് 2002 വോട്ട് ഉണ്ടായിരുന്നില്ല. 2025 അവന് പുതിയ വോട്ട് ഉണ്ടാക്കണമെങ്കിൽ വോട്ട് എഴുതുമ്പോൾ അതിൽ അവൻ്റെ പേരും അവൻ്റെ ബന്ധു എൻ്റെ ബന്ധുവിൻ്റെ പേര് എഴുതണം. അപ്പൊ എൻ്റെ ഉപ്പൻ്റെ പേര് എഴുതണം. ഇത് നേരെ ചൊവ്വയെന്ന് പറഞ്ഞാൽ പോരെ? വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര്, പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ മാതാവിൻ്റെ പേര്, ആ പറഞ്ഞ ആളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലോ അച്ഛൻ്റെ പേരോ ചോദിക്കുക. ഇത് ഇത്രയും വക്രീകരിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് പോട്ടെ, അതും ഭാഷയായതുകൊണ്ട് നമുക്കിതൊക്കെ പറയാം. അപ്പോൾ ഭാഷാ വസ്തുതകളിൽ നിങ്ങൾ കാര്യമായിട്ട് ഒന്ന് പരിശ്രമിക്കണം. അതിലിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഭർത്താപ്പത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് എനിക്ക് ഇഷ്ടമുള്ളതാ ചോദിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് ഉദാഹരണം പറയാൻ പറ്റുമോ? പറയാനില്ല അല്ലേ? കറക്റ്റാണത്. മാഷ് പേരെന്താ? പ്രകാശൻ, തൃക്കുരിശ്ശേരി ഗവൺമെന്റ് യുപി. തൃക്കുരിശ്ശേരിയോ? അതെ. അപ്പൊ നമ്മൾ പരിചയക്കാരല്ലേ? തീർച്ചയായിട്ടും. അത് ശരി. നിങ്ങൾ അവിടുന്ന് മാറി അവിടെ ഉണ്ടല്ലേ ഇപ്പൊ? അവിടെ ഉണ്ട്. ഒരു ഹയർ സെക്കൻഡറി പ്രതീക്ഷിക്കുന്നു. വെരി ഗുഡ്. അങ്ങനെ എന്തൊരു വാർത്ത കേട്ടു. ഓക്കെ. അപ്പോ ആന പറന്ന് പോണ കാറ്റത്ത് ആടിനെന്ത് നോക്കാനാന്നുള്ളത് നമ്മളെ നാടൻ ചൊല്ല് തന്നെയാണ്
ഈ പറഞ്ഞ അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം. അത് ഏറ്റവും നന്നായി എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പഠിക്കുമ്പോൾ ജലസേചനം എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടായിരുന്നു വൈലോപ്പിള്ളിയുടെ. ഇത് പിന്നെ വൃന്ദാവനത്തിൽ വെള്ളം കിട്ടാതെ ഇങ്ങനെ കൊടും വേനൽ നടക്കുന്ന കാലത്ത് ബലരാമൻ തൻ്റെ ആയുധം ഉണ്ടല്ലോ കലപ്പ വെച്ചിട്ട് കാളിന്തിയെ ചാല് കയറി മുറിച്ച് ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം പോയി ചോദിക്കും, നേരെ ചൊവ്വേ പറയും ബലരാമൻ, ഇങ്ങോട്ട് വരണം, കുടിവെള്ളം തരണം എന്ന് കാളിന്തിയോട് പറയുമ്പോൾ കാറ്റിനാൽ കുന്തളം ചിരിച്ചങ്ങ് കാട്ടിലെ സുന്ദരി പാഞ്ഞു പോയാൾ. അപ്പോ മുടി ചീകിച്ച്, അതായത് ജലത്തിന്റെ അനർഘളമായ പ്രവാഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവസാനം ബലം പ്രയോഗിച്ച് ചാല് കീറി കൊണ്ടുവരിക. അപ്പൊ ആ അവസ്ഥയെ കവി വർണ്ണിക്കുന്നുണ്ട്. കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു, പുല്ലിന്റെ കാര്യം എന്ത് ചൊൽവൂ, അല്ലേ? കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു, പുല്ലിന്റെ കാര്യം എന്ത് ചൊൽവൂ. അവിടുത്തെ ആ കാഠിന്യതാണ്. നേരത്തെ നമ്മൾ ചേങ്ങില മുട്ടി വിളിച്ചു എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആ വരിയും തരും. പിന്നെ വേറെ പുഞ്ചിരി ഹാ കുലീനമാമ കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം ഒരു വരി തരും. നരൻ ക്രമാൽ തന്റെ ശവം ചവിട്ടി പോകുന്നൊരിപ്പോക്ക് ഉയരത്തിലേക്കോ, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഇതിലേതാണ് അർത്ഥാപത്തിക്ക് ഉദാഹരണം? നമുക്ക് അർത്ഥാപത്തിയും അറിയില്ല, അല്ലെങ്കിൽ അലങ്കാരം അറിയില്ല, 4 കവിതയും അറിയില്ല. ചിലപ്പോൾ ഇതറിയൂ, ഇടശ്ശേരിന്റെ അങ്ങനെ ഒരു അവസരം വന്നാൽ നമ്മൾ ഊഹിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. സിമ്പിളാണ്, ഇതൊക്കെ രസകരമാണ്. ഈ പിന്നെ നമ്മളെ AR-ന്റെ ഗ്രന്ഥങ്ങളെ, ഭാഷാഭൂഷണവും അതുപോലുള്ള കൃതികളൊക്കെ, മാരാരുടെ കൃതികൾ ഒക്കെ വല്ലപ്പോഴും ഒന്ന് റെഫർ ചെയ്യുക. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അഴീക്കോടിൻ്റെ പുസ്തകങ്ങൾ, അപ്പോൾ ലേഖന സമാഹാരം, പിന്നെ ജീവചരിത്രം. ഇപ്പോൾ വളരെ പ്രത്യേകതയുള്ള ജീവചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ NN പിള്ളയുടെ ജീവചരിത്രത്തിന്റെ പേര് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആത്മകഥ ഞാനാണ് ആത്മകഥയുടെ പേര്. അസാധാരണമായി ഇപ്പം മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ നമ്മൾ വേറൊരു കോണ്ടക്സ്റ്റിൽ അത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അതുപോലെ അദ്ദേഹം ബർമയിൽ അനുഭവിച്ച, മിലിറ്ററിയിൽ അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ മറ്റ് ലൈഫിലെ ഹറാസ്മെൻറ്റുകളുടെ, അദ്ദേഹവും മകനും മകളും കൂടി നാടകം തുടങ്ങി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്. അതുപോലെ ഒളിവിലെ ഓർമ്മകൾ, തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊരു ഏറ്റവും മികച്ച നോവൽ വായിക്കുന്ന അനുഭവത്തെക്കാളും കൂടുതൽ വേഗത്തിൽ നമ്മളത് വായിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ലഭ്യത കുറവില്ല. എല്ലാ പുസ്തകവും എല്ലാ ലൈബ്രറിയിലും ഉണ്ട്. വളരെ സുശക്തമാണ് കേരളത്തിലെ ഗ്രന്ഥശാലാ സംഘം, വളരെ സുശക്തമാണ്. അങ്ങനെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റിന്റെ ഗ്രാൻറ്റും ഗവൺമെന്റിന്റെ അച്ചടിയും ഗവൺമെന്റിന്റെ മറ്റു പ്രസിദ്ധീകരണങ്ങളും ഗ്രന്ഥാലയവും അതിൻ്റെ ഒരു ചെയിനിങ്ങും നിരന്തരമായ മോണിറ്ററിങ്ങും. അപ്പോൾ നമുക്ക് ലൈബ്രറികളിലെ ലഭ്യതയെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. ഏത് പുസ്തകവും കിട്ടും. കിട്ടാത്തത് നമുക്ക് നെറ്റ് കിട്ടും. നെറ്റിൽ പലപ്പോഴും നമ്മളിപ്പോൾ ഞാനിന്നിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ 2002-ലോ 2003-ലോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് സത്യത്തിൽ കാലഹരണപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അല്ലേ നോക്കുക. അപ്പോൾ നെറ്റിൽ അപ്ലോഡ് ചെയ്തതിൽ ലേറ്റസ്റ്റ് ആണോ എന്ന് ആദ്യം പരിശോധിക്കണം, ഇയർ വെച്ചിട്ട് നോക്കണം. അപ്പോൾ ഭാഷാവസ്തുക്കൾ അങ്ങനെ പറയാനുള്ളൂ. ഇനി പിന്നെ അക്ഷരങ്ങളെ തെറ്റിപ്പോൾ ആജാനബാഹു ഏതാ ശരി? നമ്മൾ പറയൽ ആജാനബാഹു എന്നാണ്. ശരി ആജാനുബാഹു ആണ്, അല്ലേ? ആജാനുബാഹു ആണ്, അങ്ങനെയല്ലേ? അതെ. യാദൃച്ഛികവും അങ്ങനത്തെ ഒരുപാട് കോളുണ്ട്. നിങ്ങൾ മാതൃഭൂമിയിൽ അക്ഷരം പ്രതി വായിക്കാറുണ്ടോ? മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ എത്രയോ കാലങ്ങളായി വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും ക്രമീകരണവും തെറ്റും, ഓരോ വാക്കും എങ്ങനെ ഉണ്ടായി, അതിൻ്റെ നിഷ്പത്തി എവിടെ നിന്നാണ്, നമ്മൾ പലപ്പോഴും പറയുന്ന പല വാക്കുകളും. ഇപ്പോൾ നമ്മൾ പറയുന്ന പിന്നെ ചീനച്ചട്ടി, ചീനവല, അല്ലേ? ഈ ഉൽപ്പന്നം പോലെ തന്നെ ആ വാക്കും പുറത്തുനിന്ന് ആ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. അതുപോലെ ഓരോ വാക്കും. അതുപോലെ തൊട്ടുപുറത്ത് വെബിനിവേശം എന്ന് പറഞ്ഞൊരു കോളുണ്ട്. റാംമോഹൻ പാലിയത്ത്, വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്യൻറ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ്. അയാളുടെ ഓരോ എഴുത്തും അയാൾ എന്താ കവർ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ആഴ്ചകളിൽ ഉണ്ടായ ലോകത്ത് നടന്ന സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്ത കാര്യങ്ങളുടെ പുനരാവിഷ്കാരമാണ്. അതിൽ ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല ഫോട്ടോ, അവസാനത്തെ കുത്ത് എന്ന് പറഞ്ഞിട്ട് അയാളൊരു വാക്ക് കൊടുത്തിരിക്കും. ഇപ്പോൾ KGS-ന്റെ ഒരു കവിത അല്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എന്നോട് തന്നെ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിയുന്നില്ലല്ലോ. അതുപോലെ തർക്കുത്തരം പറയുന്നൊരു കോളം കൂടി ഉണ്ട് അതിൽ. അപ്പോൾ അതുപോലെ വാതിൽ, സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവർ പേജ് തുറക്കുമ്പോൾ, അതായത് ഫസ്റ്റ് ഇന്നർ കഴിഞ്ഞ് അതിൽ പരസ്യമായിരിക്കും. സെക്കൻഡ് ഇതിൽ പിന്നെ ആഴ്ചപ്പതിപ്പിലെ
കോളമാണ്, എന്തൊക്കെയാണുള്ളത്. ആ കോളത്തിൻ്റെ ഇന്നർ തിരിച്ചിങ്ങോട്ട് മറിച്ചിടുമ്പോൾ നമ്മൾ കാണുന്നത് വാതിൽ എന്ന് പറഞ്ഞൊരു കോളാണ്. അതിമനോഹരമാണ്, വളരെ സംക്ഷിപ്തമായിട്ട്. അതിപ്പോൾ പുസ്തകമായിട്ട് ഇറങ്ങും. 400-500 രൂപ വിലയുള്ള പുസ്തകമായിട്ട് മാതൃഭൂമി തന്നെ അത് പബ്ലിഷ് ചെയ്യും. അത് എഴുത്തുകാരനും അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അയാളുടെ കാഴ്ച, ഞാൻ ഒരിക്കലും അതിൽ വായിച്ചു, കൊബയാഷി മാഷയുടെ കഥ നമുക്കറിയാമല്ലോ അല്ലേ? ഏതാ പുസ്തകം? ടോട്ടോച്ചാൻ അല്ലേ? ടോട്ടോച്ചാനിലെ കൊബയാഷി മാഷ് കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ നടന്നു പോകും. ഭക്ഷണത്തിൽ കാടും മലയും ഉണ്ടോ നോക്കാനാണത്രേ. അപ്പം എന്താ സംഭവം? കാടും മലയും ഭക്ഷണത്തിലുണ്ടോ നോക്കുന്നത്? മലക്കറികൾ. യെസ്, അത് തന്നെ, വാക്ക് തന്നെയാണ്. മലക്കറികളും കടൽ വിഭവങ്ങളും, അതായത് സന്തുലനമായൊരു ഭക്ഷണമാണോ കുട്ടികൾ കഴിക്കുന്നത്, അതിൻ്റെ അളവിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ. അത് പറഞ്ഞിട്ട് സുഭാഷ് പിന്നെ കടക്കുന്നത് കടലും കാടുമായി ബന്ധപ്പെട്ട് ലോകപ്രസിദ്ധമായ 2 കൃതികൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലുണ്ടായിട്ടുണ്ട് ലോകപ്രസിദ്ധമായൊരു കൃതി, ചെമ്മീനാണ് അല്ലേ? പക്ഷെ അതിൽ കടലില്ല, അപൂർവമായി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അമരം സിനിമ പോലൊക്കെ നമുക്ക് അത്ര അനുഭവങ്ങളുള്ളൂ. പക്ഷേ മോബിഡിക്കും ഓൾഡ് മാൻ ആൻഡ് ദ സീയും, ആ 2 നോവൽ ഇംഗ്ലീഷിൽ എഴുതി, മലയാളത്തിലെ പരിഭാഷ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ മാത്രമല്ല, കുട്ടികൾക്ക് വായിക്കാവുന്ന രീതിയിൽ അതിൻ്റെ സംഗ്രഹ പതിപ്പുണ്ട്. മഹച്ചരിതമാല, വിശ്വസാഹിത്യമാല, മഹച്ചരിതമാല മഹാന്മാരായ 3 പേരുടെ ജീവചരിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് സീരിയസ് ആയിട്ട് പ്രസിദ്ധീകരിച്ചതായിരുന്നു മഹച്ചരിതമാല. മിക്കവാറും ലൈബ്രറികളിലോ സ്കൂൾ ലൈബ്രറിയിലോ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുന്നത്. വിശ്വസാഹിത്യമാലയിൽ 2-3 കൃതികളെ പരിചയപ്പെടുത്തും. അതിൽ ഈ മോബിഡിക്കും, ഇനി ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ, പക്ഷെ 2ാമത്തെ തവണ ചില സിനിമ കാണുമ്പോൾ നമുക്ക് 2 തവണ കാണേണ്ടി വരും. അതുപോലെയാണ്. ഇപ്പം എക്കോ കണ്ടാലും ഒന്നുകൂടെ കണ്ടാലേ അതും കൂടെ ക്ലിയർ ആവും. ഇപ്പം അതുപോലെയാണ് ഈ പുസ്തകങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയാണോ സാധ്യമാകുന്നത് അതുപോലെ വായിക്കുക. അപ്പം മൊബിഡിക്കൊക്കെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കടൽ കഥ എന്ന് പറയും. പക്ഷെ അത് അനുഭവിക്കാൻ യോഗമല്ലാതെ 35ാമത്തെ വയസ്സിൽ അയാൾ മരിച്ചുപോയി. ഹെമിംഗ്വേ ആത്മഹത്യ ചെയ്യുക ചെയ്തത് അല്ലേ? ഹെമിംഗ്വേ പിന്നീട് ആത്മഹത്യ ചെയ്യുക ചെയ്തു. ഹെമിംഗ്വേ ആഘോഷിക്കപ്പെട്ടു, നോബൽ പ്രൈസൊക്കെ കിട്ടി. പിന്നെ സാന്റിയാഗോ, കിഴവൻ സാന്റിയാഗോയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് ഇയാൾ പറഞ്ഞിട്ട് മലയാളത്തിൽ ഇത്തരം പുസ്തകങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു കുറവും, അങ്ങനെ ഈ കാടും മലയും എങ്ങനെയാണ് കുട്ടികളുടെ ഭക്ഷണത്തിൽ ടോട്ടോ ചാനലിൽ നിന്ന് തുടങ്ങി നമ്മളൊരു പുതിയ സംസ്കൃതിയിലേക്ക്, എന്നിട്ട് വന്നിട്ട് നമ്മൾ ഈ വിഭാഗത്തോട് കാണിക്കുന്ന, കാട്ടിലും കടലിലും ജീവിക്കുന്ന ആളുകളോട് കാണിക്കുന്ന വിവേചനത്തെ, അതിനെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതമായ വാക്കുകളിൽ ഒരു ലക്കത്തിൽ എഴുതിയത് വാതിൽ. എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി ഉണ്ട്. ഞാൻ പറയാണ്, ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ലക്ക മാതൃഭൂമി ആഴ്ചപ്പോൾ ഇപ്പോൾ നോക്കിയാൽ മതി. വാതിൽ ഓരോ ലക്കും അതുപോലെ വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, അത്തരം കോളങ്ങൾ നമ്മളെ ഒരുപാട് മുന്നോട്ട് നയിക്കും. മുമ്പത്തെ സാഹിത്യ വാരഫലം പോലെ അല്ലേ? സാഹിത്യ വാരഫലത്തിൽ പിന്നെ MP നാരായണപിള്ള, എം കൃഷ്ണൻ നായർ വഴക്ക് പറയാത്ത ആരുമില്ല. ഞാനൊക്കെ വായിച്ചു തുടങ്ങിയത് അതാണ്. കലാകുമുദി ആയിരുന്നു അക്കാലത്ത് ലീഡ് ചെയ്ത്. 85-ലാണ് ഞാൻ TTC പൂർത്തിയാക്കുന്നത്. ആ സമയത്ത് കത്തി നിൽക്കുന്ന വീക്കിലി, ജനപ്രിയമല്ലാത്ത, നമ്മൾ ഇടത്തരക്കാർ വായിക്കുന്ന ഒരു വീക്കിലി. അന്നാണ് 2ാം ഊഴം തുടരനായിട്ട് ഇതിൽ വരുന്നത്, MTയുടെ 2ാം ഊഴം. അതുപോലെ പിന്നെ MP നാരായണപിള്ളയുടെ ഒരു കോളം, കൃഷ്ണൻ നായരുടെ സാഹിത്യ വാരഫലം. മിക്കവാറും ആളുകൾ പണ്ട് മനോരമ ആഴ്ചപ്പതിപ്പ് ബോബൻ മോളിൽ നിന്നും തുടങ്ങുമെന്ന് പറഞ്ഞതുപോലെ മിക്കവാറും ആളുകൾ തുടങ്ങിയിരുന്നത് എവിടുന്നാണ്? നമ്മളെ സാഹിത്യ വാരഫലത്തിൽ നിന്നായിരുന്നു. M കൃഷ്ണൻ നായർ, അദ്ദേഹം ഒരുപാട് എഴുത്തുകാരെ നേരിട്ട് തന്നെ വത്സിക്കും. പേര് പറഞ്ഞ് തന്നെ ഈ പിന്നെ കഥയെ, ഈ ഒരിക്കൽ പറഞ്ഞു, പിന്നെ ഈ കയ്യിൽ ഈ പുസ്തകവും, അതായത് ഒരു പർട്ടിക്കുലർ പുസ്തകം, എൻ്റെ വലത് കയ്യിൽ ആ പുസ്തകവും ഇടത് കയ്യിൽ വേറൊരു മോശമായ സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, ആ മോശമായ സാധനമാണ് എനിക്ക് തരുന്നതെങ്കിൽ ഞാൻ ഈ ഇടത് കയ്യിലുള്ളത് സ്വീകരിക്കുന്നു. അപ്പം മറ്റേ പുസ്തകത്തിൻ്റെ സ്ഥിതി എന്താ? അത്രയ്ക്ക് കട്ടയ്ക്ക് പറയായിരുന്നു. അപ്പോൾ കോളങ്ങൾ നമ്മൾ നോക്കുക. അതുപോലെ ഹിന്ദുവിലൊക്കെ, ഇംഗ്ലീഷിലുണ്ട് തോന്നും ധാരാളം ഇത്തരം കോളങ്ങൾ. OV വിജയനൊക്കെ നേരത്തെ കാർട്ടൂണുകളായിട്ടും, ഇപ്പോൾ ട്രോളുകളാണ്, ട്രോളായി കാർട്ടൂൺ പോയിട്ട്. ഞാൻ വഴിമാറി പോകുന്നില്ല. ഇനി നമുക്ക് കടങ്കഥയിലേക്കൊന്ന് പോയാലോ? കടങ്കഥ നിങ്ങൾ എങ്ങനെയാണ്? കടങ്കഥ വ്യാഖ്യാനിക്കല്ല. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു മാഷനെ പറഞ്ഞത്, ഞാൻ പ്രിൻസിപ്പലാ കോളേജിൽ. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഒന്നും നടക്കുമ്പോൾ ടീച്ചറുണ്ട്, നാസറെ പറയുന്നു, ഞെട്ടില്ല വട്ടയില്ല ഇങ്ങനെ പറയുന്നുണ്ട്. ടീച്ചർ പറയുന്നു അതെങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെ പറയാനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതുതന്നെയാണ് പറയേണ്ടത്. ഞെട്ടില്ല വട്ടയില്ല എന്നിപ്പോൾ പപ്പടമെന്നോ അമ്പിളിയമ്മാവെന്നോ എന്ത് വട്ടത്തിലുള്ള എന്തിനേയും ഉപമിക്കാം. പക്ഷെ അതല്ല, അത്തരമൊരു പ്രയോഗം എങ്ങനെ വന്നു എന്നത് തന്നെയാണ് കടങ്കഥയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപിക
കുട്ടിയെ പരിശീലിപ്പിക്കേണ്ട, അല്ലെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇതിന്റെ അർത്ഥവ്യാപ്തി എന്താണ്, ഇത് എത്രമാത്രം വ്യാഖ്യാനിക്കാൻ കഴിയും, അങ്ങനെ തന്നെ പറയാൻ പറ്റണം. ഞാനൊരു ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കടങ്കഥ. കാ പച്ചക പിച്ചക, ഇല കിന്നര പന്നര, തണ്ട് തത്തക പിച്ചക, പൂ മഞ്ഞക പിഞ്ഞക. ഒരു 3-4 ഉദാഹരണം പറയാം ഞാൻ. മാങ്ങ, കൈതച്ചക്ക, കയ്പ, പുളി, ഇതിലേതായിരിക്കും? ആ വാക്കുകൾ ഒന്നുകൂടെ പറയണം. ഒരു കവിത പോലെ അത്. ഇത് പഴയ പഴയ DPP കാലത്ത് കിട്ടിയതായിരിക്കും. കാ പച്ചക പിച്ചക, ഇല കിന്നര പന്നര, തണ്ട് തത്തക പിച്ചക, പൂ മഞ്ഞക പിഞ്ഞക. അതിൽ ചില അക്ഷരങ്ങൾ കയ്പ അല്ലേ? കയ്പയുടെ കുറെ ഇൻഡിക്കേഷൻ അതിലുണ്ട്. ഇപ്പം മഞ്ഞപ്പൂവ്, പിന്നെ കിന്നര പന്നര, ഇലയുടെ ആ ഘടന, പിന്നെ പച്ചത്തണ്ട് അല്ലേ? അപ്പൊ അത് അങ്ങനെ സ്വാംശീകരിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുക. അതുപോലെ പഴഞ്ചൊല്ലുകൾ വലിയ സംഭവമായിട്ടാട്ടോ ഇതിന് വ്യാഖ്യാനിക്കേണ്ടി വരിക. നമ്മളെപ്പോഴും തെറ്റി ഉപയോഗിക്കുന്ന പിന്നെ ഒരു സംഭവമുണ്ട്, ചക്കളത്തി പോര്. ചക്കളത്തിൽ പോരാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ചക്കളത്തി പോരിനെ പറ്റി? ചക്കളത്തി പോര് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയ എന്താ? ഞാൻ പറയുന്നതാണോ എന്ന് നോക്കിയാൽ മതി. 2 പേർ തമ്മിൽ ഒത്തു കളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നാടകം അല്ലേ? അല്ലേ? 2 പേർ തമ്മിൽ ഒത്തു കളിച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞൂടെ ചക്കളത്തിപ്പോര്? അങ്ങനെയാണ്. ഞാൻ ബാക്കിയും കൂടെ പറയാം. അത് വ്യാഖ്യാനിക്കുമ്പോൾ ചക്ക് അള ഇൽ പോരാണ്. അള ഇൽ, അളത്തിൽ, ചക്കളത്തിൽ പോരാണ്. പലരും അത് തെറ്റിദ്ധരിച്ചത്, പലരും എന്നല്ല, എല്ലാ മീഡിയയിലൊക്കെ എപ്പോഴും വരും. ഈ പറഞ്ഞ അക്ഷരം പ്രതി എഴുതുന്നത് മലയാളത്തിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധനായ KC നാരായണൻ മാഷാണ്, സാറാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒട്ടും എനിക്ക് വിളിക്കാൻ തന്നെ പേടിയല്ല, ഞാൻ വിളിക്കായിരുന്നു. അദ്ദേഹവും അത് വ്യാഖ്യാനിച്ചത് തമിഴ്നാട്ടിൽ 2ാമത് വിവാഹം കഴിക്കുന്ന സമ്പ്രദായം വളരെ വ്യാപകമാണ്. അവർ തമ്മിലുള്ള പോരാണ് ചക്കളത്തി പോര്. ചക്കളത്തി എന്ന് പറഞ്ഞാൽ മണവാട്ടി എന്നാണ് അർത്ഥം എന്നൊക്കെ അങ്ങനെ ഞാൻ വായിച്ച പോലെ തോന്നി. എന്തായാലും പിന്നീട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അത് ഇനിയിപ്പോൾ അവർ പറഞ്ഞ പോലെ ആണെങ്കിലോ? പക്ഷെ സത്യതല്ല. പണ്ടുണ്ടായിരുന്ന ചക്കാട്ടുന്ന, നമ്മളെ എണ്ണ ആട്ടാൻ വേണ്ടി മൂരിയെ ഉപയോഗിച്ച് ചക്കുണ്ടാക്കി ആ ചക്കില് ആട്ടുന്ന സ്ഥലത്തിനാണ് ചക്കളം എന്ന് പറയാം. പൈസ 22,000 രൂപയാണെന്നാണ് നമുക്ക് പിന്നെ കൊടുക്കാൻ ഐഡിയ ഉള്ള അതൊന്ന് നോട്ട് ചെയ്യണേ. എനിക്ക് പൈസ തരുന്ന കാര്യമാണോ പറഞ്ഞ്? 22,000 എന്ന് ഞാൻ കേട്ടു. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഷാജിമാഷെ കേൾക്കുന്നില്ലേ? ഒന്നുമില്ല, ഞാൻ തമാശ പറഞ്ഞതാ. ഒരു 22,000 രൂപയുടെ കണക്ക് അവിടുന്ന് ഇവിടുന്ന് വന്നു പെട്ടെന്ന്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് വിട്ടുപോവുകയും ചെയ്യും. അപ്പൊ ചക്കളത്തിൽ പോരാണ്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ആട്ടാൻ അന്ന് തേങ്ങ കൊപ്ര കൊണ്ട കൊടുക്കുമ്പോൾ ഈ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ മയത്തിൽ ഇതിന്റെ വക്കിൽ വരുന്ന പുണ്ണാക്കും എണ്ണയും എല്ലാം ഇങ്ങനെ തുടച്ചിടുന്നതോടൊപ്പം കുറേ എണ്ണ അതിന്റെ പുറത്തേക്കും ഈ ചക്കിന്റെ വക്കത്തും ഒക്കെ ഇങ്ങനെ ഒലിക്കും. അപ്പൊ ചക്കളത്തി അകത്തുനിന്നൊരു പഴയ തുണി എടുത്ത് വന്നിട്ട്, പണ്ടാരക്കാലൻ ഇന്ന് വെള്ളം കിട്ടിയില്ല, ഒന്നും കൊണ്ടു തന്നില്ല, തിന്നാനൊന്നുമില്ല ഇവിടാന്നൊക്കെ പറഞ്ഞ് ഇതുകൊണ്ട് എറിയും ഇയാളെ. എറിയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യൂ? അത് പിടിച്ചിട്ട് ആ തുടയ്ക്കുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ തുടയ്ക്കൂ. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും? ഇവളെ തെറി പറയും, മൂദേവി നീ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഇതുകൊണ്ട് എറിയും. പിന്നെയും എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ ചാടി ചാടി അകത്ത് പോകും. എന്നിട്ടൊരു പാത്രത്തിൽ ഈ തുണിയിലായ എണ്ണ ഒഴിച്ച് വെക്കും, പിഴിഞ്ഞ് വെക്കും. അങ്ങനെ പിഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം ആൾക്കാർ വന്നാൽ എന്തായാലും ഒരു 200 മില്ലി വെളിച്ചെണ്ണ കിട്ടും. ഇപ്പോഴത്തെ വെളിച്ചെണ്ണന്റെ വില കൂട്ടിയിട്ട് അക്കാലത്തെ തന്ത്രം ഒന്ന് ആലോചിച്ച് നോക്കും. സത്യത്തിൽ ചക്കളത്തിൽ പോരാതാണ്. പിന്നെ ഇതിൽ തന്നെ വേറൊരു ശൈലിയുണ്ട്, എണ്ണ തുണി കൊണ്ട് ഏറ് കൂടുക. അപകടമൊന്നും പറ്റൂല. പക്ഷെ ഇതിന് ഈ ഏരിയയിൽ വേറൊരു പരിപാടി പറയും, വാണിയനും വാണിയത്തെയും കളിക്കുകയാണ്. അതന്നെ കറക്റ്റ്. വാണിയൻ എന്ന് പറയുന്നത് ചക്കുന്തുന്ന ആൾക്കാർ. നമുക്ക് പിന്നെ അങ്ങനെ ജാതി പറഞ്ഞ് ജാതിയല്ല, പിന്നെ ചക്കുന്തി എന്നൊക്കെ ഒരു പേര് പറയും. അത് പറയുന്നില്ല, അത് റെക്കോർഡഡ് അല്ലേ. അവരുടെ തന്ത്രമാണ് പലപ്പോഴും. സത്യത്തിൽ അതുപോലെ അവരെ കളിയാക്കാൻ വേണ്ടിയായിരിക്കും കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിത് വളരെ ഫലിത ഭംഗിയോടുകൂടി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു അധ്വാനിക്കുന്ന വിഭാഗത്തെ, അവർ ദാമ്പത്യത്തെ താഴ്ത്തി കാണാനും
അവരെ പ്രവൃത്തിയെ താഴ്ത്തി കാണാനും ആയിരിക്കും പലപ്പോഴും പലരും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുപോട്ടെ, ഏതായാലും ആ ഒരു സംഭവം അങ്ങനെയാണ്. പിന്നെ ഇതേ ഇതിൽ തന്നെ ഉണ്ട് ചക്കിൻ്റെ വേറൊരു കഥ ഉണ്ട്. അതെനിക്ക് ഷീബ ടീച്ചറെ പറഞ്ഞു തന്നു, നമ്മളെ ജില്ലാ കമ്മിറ്റിയിലുള്ള. അതിന് ഞാനും ഈ കരുതിയത് നേരത്തെ എനിക്കൊരു തെറ്റിദ്ധാരണയായിരുന്നു. ടീച്ചർ ദിവസം എന്നെ വിളിച്ചു വെച്ചു, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു മാഷൊന്ന് പറയുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഉദ്ദേശിച്ചാണെങ്കിൽ മറ്റൊരു കാര്യം സംഭവിച്ചു, അങ്ങനെ വന്നു. അങ്ങനെ വരാം, പക്ഷെ അതല്ല പ്രധാനം. അതെങ്ങനെ വന്നു എന്ന് പറയാൻ പറ്റുമെന്നു. അപ്പം ഞാൻ അതിൽ ചക്കും കൊക്കും അല്ലേ കാണുന്നുള്ളൂ. കാരണം ഞാൻ കൊക്കൊരു ജീവിയാണെന്നാണ് വിചാരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ കൊക്കിനോളം കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് ചോദിച്ച കൊക്കാന്നാണ് വിചാരിച്ചത്. സംഭവം എന്താന്ന് പറഞ്ഞാൽ, ചക്കുണ്ടാക്കുന്നത് ഒരു പ്രത്യേക മരം കടഞ്ഞാണ്. അങ്ങനെ കടഞ്ഞുണ്ടാക്കുമ്പോൾ ഈ ശില്പി കടഞ്ഞ് ചക്ക് ഉണ്ടാക്കാൻ വെച്ച മരം എന്തായി പോയി, ചക്കിൻ്റെ അകത്തൊരു നാക്കുണ്ടാവും, കൊക്ക് എന്നതിന് പറയാം. ചക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടാൽ അറിയാം, ഉരലിൻ്റെ അകത്തൊരു നാക്ക് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു നാക്കുണ്ടാവും. ആ നാക്കാണ് കൊക്ക്, ചക്കിൻ്റെ കൊക്ക്. അപ്പം ചക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ച മരം കൊക്കായിപ്പോയി എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ച് കുട്ടിയില്ലാതായിപ്പോയി എന്നാണ് അതിൻ്റെ ഭാഷ്യം. അത് പക്ഷെ നമ്മൾ എത്ര തെറ്റിദ്ധാരണ കൂടിയാ പറയുന്നത് അല്ലേ? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചതല്ല നടന്നത്. അങ്ങനെ ഒരു ആശയം അതിൽ പറയാം. അപ്പൊ എപ്പോഴും നിഷ്പത്തി, നമ്മളൊരാശയത്തിന്റെ, ഒരു കടങ്കഥയുടെ, ഒരു പഴഞ്ചൊല്ലിന്റെ നിഷ്പത്തിയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ്. ഇതൊക്കെ ഹാൻഡ് ബുക്കിലുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കേണ്ടത് ഹയർ സെക്കൻഡറി അടക്കമുള്ള ഹാൻഡ് ബുക്കാണ്. നിങ്ങൾ ഡാലിയ ക്ലാസ്സിൽ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഡാലിയ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം. സംസാരിച്ചോട്ടെ. നമുക്കേ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ആവശ്യത്തിന് നിങ്ങളുടെ ക്ലാസ്സിലെയും താഴെ ക്ലാസ്സിലെയും ഹാൻഡ് ബുക്ക് പരിശോധിച്ചാൽ മതി. ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയും ഭാഷാ വസ്തുതകൾ, ഇപ്പം അക്ഷരമാല നമ്മൾ 1ാം ക്ലാസ്സിൽ ഇപ്പം ഉണ്ടല്ലോ. അപ്പോൾ അക്ഷരമാലയായിട്ട് ബന്ധപ്പെട്ട കാര്യം 4ാം ക്ലാസ് ചിലപ്പോൾ ഉണ്ടാവില്ല, അത് 1ാം ക്ലാസ്സിലാണ് ഉണ്ടാവുക. അപ്പം 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപക 1 മുതൽ 4 വരെയുള്ള ടീച്ചർ ടെക്സ്റ്റ് 4ാം ക്ലാസ്സിൽ ഇത് കൃത്യമായും മറ്റേത് ഭാഗികമായും പരിശോധിക്കുക. ആവശ്യമുള്ളത് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ടെറ്റ് എഴുതാൻ വേണ്ടി നിങ്ങൾ നോക്കേണ്ടത് ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിയുടെയും ടീച്ചർ ടെക്സ്റ്റുകളോ സപ്പോർട്ടിംഗ് മെറ്റീരിയൽസോ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വ്യാഖ്യാനം അവിടെ ഉണ്ടാവും. ഞാനീ പറഞ്ഞ തരത്തിലുള്ള ഒരു ചരിത്ര പശ്ചാത്തലം, അതല്ലെങ്കിൽ ഭാഷയുടെ നിഷ്പത്തി, അതിൻ്റെ പ്രയോഗ ഭംഗി, ഈ ഒരു ഉയർന്ന തലത്തിലേക്ക് ഭാഷ പോകുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിലേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി അതും കൂടെ ഒന്ന് റെഫർ ചെയ്യുക. ഹാൻഡ് ബുക്കുകളും തന്നെ മതി. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വായനാ മെറ്റീരിയലും. അപ്പോൾ പഴഞ്ചൊല്ലുകളുടെ ശൈലികൾ നമ്മൾ ഏകദേശം പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ടെറ്റ് നിങ്ങൾക്കൊരു ബാലികേറ മലയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഈ ബാലികേറ മല? എവിടെയാ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ശത്രുത കാരണം ആക്രമിക്കപ്പെടും എന്നറിഞ്ഞ സുഗ്രീവൻ ഹനുമാന്റെ സഹായത്തോടു കൂടി ഋഷിമൂലകോ എങ്ങാനും പറയുന്നൊരു മലേൻ്റെ മുകളിൽ കയറല്ലേ. ഒരു മുമ്പേ ഒരു മഹർഷി അവിടെ താമസിക്കുന്നുണ്ട്. ആ മഹർഷിക്ക് സുഗ്രീവനെ ബാലിയെ എന്തോ ഉപദ്രവം സഹിക്കായിട്ട് ബാലിയെ ശപിച്ചിട്ടുണ്ട്. ഈ മലയിലേക്ക് നീ കയറിയാൽ നീ ഭസ്മായി പോകുന്നു. അപ്പോൾ അത് ബാലി കയറാൻ മലയാണ്. പക്ഷെ നമ്മളിവിടെ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? നമുക്ക് കേട്ടിട്ട് നമുക്കൊരു ബാലി കയറാൻ മലയല്ല എന്ന് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അപ്രാപ്യമായ ഒന്നല്ല, നമുക്ക് പ്രാപിക്കാൻ കഴിയും. അവിടെ ബാലിയുമില്ല, മലയില്ല അല്ലേ? നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ ബോധ്യവും നമ്മുടെ പരിശ്രമവുമാണ് അവിടെ. അപ്പോൾ ആ ശൈലി അങ്ങനെ വ്യാഖ്യാനിച്ച് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആനുഷംഗികമായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളോടും വീട്ടിൽ ഉപയോഗിക്കുക. ബഷീറിൻ്റെ പുസ്തകങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ലേ? പാത്തുമ്മയുടെ ആട് പെറ്റു ഡും. വേറെ ഒരു കൃതിയിലും അങ്ങനെ ഉണ്ടാവില്ല, ഒരു കൃതിയിലും ഉണ്ടാവില്ല. അങ്ങനെ ഭാഷ കൊണ്ട് അമ്മാനാടി എഴുത്തുകാരുണ്ട്. പിന്നെ ചില പുസ്തകങ്ങളിലെ വരികൾ കൊടുക്കും, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാനൊരു വരി പറയാം. ഒരു വരിയല്ല, കുറേ വരിയുണ്ട്. അയാൾ കിണറ്റിലേക്ക് കൂപ്പുകുത്തി, കിണർ കടന്ന് ഉൾക്കിണറ്റിലേക്ക്, വെള്ളത്തിൻ്റെ വില്ലീസ് പടുതകളിലൂടെ ചില്ലുവാതിലുകൾ കടന്ന് അയാൾ നീങ്ങി, സ്വപ്നത്തിലൂടെ സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളുള്ള നേർക്ക് അയാൾ കുതിച്ചു, അയാൾക്ക് പിറകിൽ ചില്ലുവാതിലുകൾ ഒന്നൊന്നായി അടഞ്ഞു. ഏത് കൃതിയിൽ നിന്നാണ് ഈ ഭാഗം? പെട്ടെന്ന് ഓർക്കാൻ പറ്റും നിങ്ങൾക്ക്? ആരാ മരിച്ചതെന്നും പറയാൻ പറ്റും. മരിച്ചതാണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? അതൊരു മലയാള സാഹിത്യത്തിലെ, മലയാള നോവലിലെ മരണം ചിത്രീകരിച്ചതിൽ ഏറ്റവും ഭംഗിയായി ചിത്രീകരിച്ച ഭാഗമാണ്. നിങ്ങൾ മുങ്ങാങ്കോഴി എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കുന്നേ. ഉമ്മർ മാഷേ,
ഉമർ മാഷ് ഇതിൽ കാണുന്നുണ്ട്, എന്റെ പരിചയക്കാരനാ. മരിച്ചതാന്ന് മനസ്സിലായി സാറേ. മരിച്ചതാ മനസ്സിലായില്ലേ? കാരണം അയാൾക്ക് പിറകിൽ ചില്ല് വാതിലുകൾ ഒന്നൊന്നായി അടഞ്ഞു എന്ന് പറയുമ്പോൾ നേരത്തെ പറയുന്നുണ്ട്, സ്വപ്നത്തിലൂടെ സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളിന്റെ നേർക്ക് അയാൾ കുതിച്ചു. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു മുങ്ങാങ്കോഴി. ശുക്രരാവുത്തര് അയാളൊരു പാട്ടൊക്കെ പാടി ആൾമറ മേലെ ഇരുന്നിട്ട് നാടകവും കണ്ടില്ലേ നിങ്ങളാരും? ഖസാക്കിന്റെ ഇതിഹാസം നാടകവും കാണാത്തവരാണ്. നാടകം നമ്മളെ ടീച്ചറുടെ, നമ്മളെ MLA ടീച്ചറുടെ അമ്മ ടീച്ചറില്ലേ HM, നമ്മൾ അവരെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ ഗ്രൗണ്ടിൽ വെച്ച് അത് കളിച്ചു, കൊടുങ്ങല്ലൂർ കളിച്ചു, തലശ്ശേരി കളിച്ചു, ഒരുപാട്. ഞാനത് എവിടെ പോയാലും അവരെ കൂടെ ഞാനുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. 20 രൂപ ടിക്കറ്റ്, അതായത് 500-1000 ടിക്കറ്റുള്ള സമയത്ത് 20 രൂപ ടിക്കറ്റിലാണ് സാഹിത്യ അക്കാദമി അത് തൃശ്ശൂർ സ്റ്റേഡിയത്തിൽ കളിച്ചത്. ഗംഭീരമായിരുന്നു. ദീപൻ ശിവരാമൻ എന്ന് പറഞ്ഞ ഒരു പുതിയ നാടക സംവിധാനം വന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തമാശ, കാണികൾ സ്റ്റേജിലും നാടകം താഴെയാണ്. നാടകം താഴെയാണ് നടക്കുന്നത്. നമ്മളെപ്പോഴും ഉയരത്തിൽ നിന്ന് താഴോട്ടല്ലേ നാടകം കാണുന്നത്. താഴെ ഒരു ഗ്രൗണ്ടില് ഉയർച്ച ഒരു സ്ഥലത്ത് നാടകം രൂപപ്പെടുകയും വലിയ ഗാലറികളിലും കസേരകളിലും മുകളിൽ ഇരുന്നിട്ട് നമ്മൾ താഴെ കളി കാണുകയും. പലപ്പോഴും കാണികളുടെ ഇടയിൽ നിന്നായിരുന്നു കഥാപാത്രങ്ങൾ ഇറങ്ങിപ്പോയത്. ഇപ്പോ നൈജാമലിയുടെ കല്യാണത്തിന് എന്നാണെന്ന് തോന്നുന്നു, നൈജാമലിയുടെ ആണോ ശുക്രവാരത്തിന്റെ കല്യാണത്തിന് നിന്ന് നമ്മൾ കാണികൾ പത്തരം മണക്കും. കാരണം അവർ സ്പ്രെഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫും പൊറോട്ടയും ചിക്കൻ പൊറോട്ടയും കൊടുക്കുന്നുണ്ട് കല്യാണത്തിന് നിന്ന്. അത് അവർ 1-2 പേർക്ക് ഒറിജിനലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ട് അടിച്ചിട്ട് 1-2 ആളുടെ പേരിൽ കയ്യിൽ ചിക്കൻ കഴിക്കാൻ പറ്റി കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നാടകത്തെ ആവിഷ്കരിച്ച ഒരു രീതിയായിരുന്നു. ഞാൻ പറഞ്ഞത് ഖസാക്കിനെ പറഞ്ഞപ്പോഴാണ്. അതുപോലെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സീത, ലങ്കാലക്ഷ്മി, സാകേതം, CN ശ്രീകണ്ഠനാരുടെ 3 നാടകങ്ങളാണ്. അപ്പൊ നാടകത്രയം എന്നാ പറയാം. നാടകത്രയം 3 നാടകങ്ങൾ, വിശ്വപ്രസിദ്ധമായ നാടകങ്ങൾ. അതിൽ സാകേതം ഡിഗ്രിക്കൊക്കെ പലരും പഠിച്ചിട്ടുണ്ടാവും. നിഹാരക്കോടിയിട്ട സരയൂതടം എന്നൊക്കെ പറഞ്ഞിട്ട് ദശരഥനും രാമനും തമ്മിലുള്ള സ്വർഗാരോഹണത്തിന്റെ കഥയൊക്കെയാണ്. സാധാരണമായ മനുഷ്യ സംഘർഷങ്ങളുടെ കഥയാണ് ഇതൊക്കെ. അതിൽ കാഞ്ചന സീതാരവിന്ദൻ സിനിമ രൂപത്തിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചോദ്യം വന്നേക്കാം, CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഈ 3 എണ്ണം തരും. കാഞ്ചന സീതയും ലങ്കാലക്ഷ്മിയും സാകേതവും തരും. 4മത്തെ ഒന്നും തരും. നമുക്കത് അറിയണ്ടേ? നമുക്കതറിയണമെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തിലെ ഓതർ ആരാണെന്നും 4മത്തെ ഏത് നാടകം എന്നാലും നമ്മൾ മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഴുതുന്ന ആളെ മാക്സിമം കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് കിട്ടുന്ന നിർദ്ദേശം. ആംബിഗിറ്റി പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഒന്നിലധികം ഉത്തരം ഉണ്ടാവുക, അവ്യക്തത ഉണ്ടാവുക, അതും ഇതും ആവുക, അതൊന്നും ചോദ്യത്തിൽ പാടില്ല. പക്ഷേ 4 ഉത്തരവും ഒന്നിനൊന്ന് കറക്റ്റ് ആയിരിക്കുന്ന രൂപത്തിൽ, അതിനോട് തുല്യമായിരിക്കുന്ന രൂപത്തിൽ റെഡിയാക്കിയെടുക്കും. അപ്പോൾ നമ്മളെ കൺഫ്യൂഷനാക്കും. അതിന് ചില പരീക്ഷകൾക്ക് മൈനസ് മാർക്കും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളെ ഇതൊരു പരീക്ഷ ഒരു പീഡയായി മാറുന്നത്. അങ്ങനെ ഇതിലില്ല, മൈനസ് മാർക്കില്ല. ഈ രൂപത്തിൽ കണിശമായിട്ടുള്ള ഈ നിർദ്ദേശങ്ങളൊന്നും വരാറില്ല. മാത്രമല്ല നമ്മൾ തന്നെ നമ്മുടെ ഒരു അക്കാഡമിക് ഗ്രൂപ്പ് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധ്യാപകരുടെ പക്ഷത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വേണം. അത് ആ പ്രായം, ഇപ്പം 50 വയസ്സായ ഒരു അധ്യാപകന്റെ മെമ്മറിയെയും അയാളുടെ ഒരു വായനാശീലത്തെയും വളരെ എളുപ്പത്തിലൊന്നും മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലതൊന്നും. അപ്പോൾ സാവകാശ അദ്ദേഹം മാറ്റിയെടുക്കും. 50 വയസ്സായവരിപ്പം വിചാരിക്കുന്നുണ്ട് 51 ആയാൽ മതിയായിരുന്നു അല്ലേ? 51 കഴിഞ്ഞവർക്ക് ടെറ്റ് എഴുതണ്ടല്ലോ? വേണോ? വേണ്ട. അതെ, ഒരു 20-25 താഴെയുള്ളവർക്കും വേണ്ടി വരില്ല. കാരണം അവരെല്ലാവരും 2014 ശേഷം വരികയും പലപ്പോഴായിട്ട് ടെറ്റ് എഴുതി പാസ്സാവുകയും. അപ്പൊ നമ്മൾ പറയുന്ന ഒരു 25-നും 50-നും ഇടയ്ക്കുള്ള നമ്മളെ എഴുതണം. പ്രൊമോഷൻ സാധ്യത വേണമെങ്കിൽ എഴുതണം. ടെറ്റുള്ളവരോ? എല്ലാരും ടെറ്റ് എഴുതണം. ടെറ്റ് ഉണ്ടെങ്കിലേ പ്രൊമോഷൻ സാധ്യതയുള്ളൂ. 51 കഴിഞ്ഞ ആൾക്കും? അതെ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അത് ടീച്ചർ പറഞ്ഞായിരിക്കും ശരി. പക്ഷെ എന്റെ ഇതുവരെയുള്ള ധാരണ എന്തായിരുന്നു അറിയോ? 5 വർഷം സർവീസ് ഉള്ളവർക്ക് എക്സംഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ HM ആവണമെങ്കിൽ ഇത് വേണ്ടി വരും അല്ലേ? പ്രൊമോഷന് വേണം. ഓ, അപ്പൊ ആർക്കും എക്സംഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഭാഗ്യവശാൽ നിലവിൽ നേടിക്കഴിഞ്ഞ ആളുകൾക്ക് ഒഴിച്ചൊക്കെ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അധ്യാപക പക്ഷത്ത് നിന്ന് ചോദ്യങ്ങൾ ഇത് ഈ പറഞ്ഞ കഠിനമായ രീതിയിൽ ഇതിന്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ട്
നാല് ഉത്തരം കൊടുത്തിട്ട് ഇവനെ തെറ്റിച്ചേ അടങ്ങൂ എന്നുള്ള രൂപത്തിൽ ചോദ്യം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൂടെ ഉണ്ടാവണം എന്ന് പറയാം. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. അപ്പം അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കവിതയിലെ വരികൾ ഇഷ്ടംപോലെ ചോദിക്കും. ഇപ്പം ഞാൻ നോവലിൻ്റെ വരികൾ ഞാൻ ഒറ്റ നോവലേ പറഞ്ഞുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവലിൻ്റെ അപ്പം ഏത് നോവലിലും ചോദിക്കാട്ടോ, ഏത് നോവലിലും ചോദിക്കാം. ബെനിയാമിൻ്റെ നോവലിൽ ചോദിക്കാം, ഈ സന്തോഷ് കുമാറിൻ്റെ ചോദിക്കാം, MTയുടെ ചോദിക്കാം, ഇനി തിരിച്ചു ചോദിക്കാം. ഈ നോവലിലെ ഒരു ഭാഗം ഒരു ഖണ്ഡികയായി തന്നിട്ട് അത് ഖണ്ഡികാകാരൻ എല്ലാറ്റിലും ഉണ്ട്. 5 മാർക്കിനാണ് അത്. 5 ചോദ്യം ഉണ്ടാവുക. 30 ചോദ്യത്തിൽ 5 ചോദ്യം ഒരു കവിതാ ഭാഗമോ ഒരു ഗദ്യ ഭാഗമോ അല്ലെങ്കിൽ ഇത് മിശ്രമായ ഒരു ഭാഗമോ തന്നിട്ട് അതിനകത്തുനിന്ന് തന്നെ നമുക്ക് കണ്ടെത്താവുന്ന 5 മാർക്ക്. 5 മാർക്ക് ഒരു കാരണവശാലും കളയരുത്. കാരണം അത് എവിടെ ഉണ്ട്? നമ്മളെ മുമ്പിലുണ്ട്. നമ്മളെ മുമ്പിൽ നമ്മളെ പാത്രത്തിന് തളികയിൽ, അങ്ങനെ ഒരു ശൈലിയില്ലേ, തളികയിൽ വെച്ച് തന്നിട്ടുണ്ട്. ആ ശൈലി ഓർത്താൽ മതി. ആ 5 മാർക്ക് നമ്മൾ തളികയിൽ വെച്ച് തന്നിട്ടുണ്ട്. ആ ഒരു ഖണ്ഡിക വായിച്ചിട്ട് നമ്മൾ എത്രയോ കാലമായി കുട്ടികൾ അത് പരിശീലിപ്പിക്കുന്നുണ്ട്. USS അത് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കവിതാ ഭാഗമോ കവിതയോ USS നിർബന്ധമായിട്ടും ഉണ്ടാവും, ഒരു പ്രോസോ ഉണ്ടാവും. അത് തന്നെ ടെറ്റിലുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ USSലാണെങ്കിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള പുസ്തകത്തിലെ ഒരു ഖണ്ഡികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു പുസ്തകത്തിലെ ഖണ്ഡിക തരാൻ സാധ്യതയല്ല. സിമ്പിളായ നിങ്ങൾക്ക് വൈജ്ഞാനിക സാഹിത്യം, ശാസ്ത്രീയ അല്ലെങ്കിൽ ചരിത്രം, പിന്നെ ആത്മകഥ, ജീവചരിത്രം, ഇതുപോലുള്ള ഏതെങ്കിലും കൃതികളിലൊരു പാർട്ടായിരിക്കും തരും. അപ്പോൾ സൂക്ഷ്മമായ വായന എങ്ങനെ വരികൾക്കിടയിൽ സൂക്ഷ്മമായി വായിച്ച് സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം എഴുതിയാൽ 5 മാർക്കും കിട്ടും. 5 മാർക്ക് ചെറുതല്ല. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ ചിഹ്നനം നിങ്ങൾക്കറിയാമല്ലോ. ചിഹ്നനം നിങ്ങൾക്ക് അറിയാതിരിക്കില്ല, അതിനെപ്പറ്റി പറയണ്ടല്ലോ. ചോദ്യചിഹ്നവും വ്യാക്ഷേപവും അർദ്ധവിരാമവും ഭിത്തികയും ഒക്കെ എവിടെ ഇടേണ്ടത് അതറിയാവുന്നത് ചെയ്യുക. അതൊന്ന് പരിശീലിക്കുക. അതൊക്കെ ഈ പുസ്തക ഹാൻഡ് ബുക്കുകളിലുണ്ട്. മറ്റൊന്ന്, തെറ്റായ വാക്യങ്ങൾ പിന്നെ ശരിയാക്കാനുള്ളതാണ്. അവർ പരസ്പരം പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിച്ചത്. പരസ്പരം പ്രണയിച്ച ശേഷമാണ് അവർ വിവാഹം കഴിച്ചത്. അതിൽ തെറ്റുണ്ടോ? പറയൂ. പ്രണയിക്കുക പരസ്പരല്ലേ? അതെ, ഷീവ ടീച്ചറാ പറയുന്നല്ലേ. അടുത്ത ക്ലാസ് എടുക്കാൻ നമുക്ക് ഷീവ ടീച്ചറെ ചുമതലപ്പെടുത്താം. ഞാൻ ഇന്നലെ കുറേ കാര്യം പറഞ്ഞു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ മറുപടി പോലും തരാതെ പോയ ആളാണ്. പോട്ടെ. പ്രണയിക്കുക പരസ്പരം ആയതുകൊണ്ട് തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞാൽ മതി. അത് VKN പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഒരു അക്ഷരം കുറച്ചേ പറയാവൂ. അതുകൊണ്ട് VKN എന്താ പറയുന്നത് അറിയോ? ഡ്രൈവർ എന്ന് പറയില്ല, ഡ്രൈവൻ എന്നാ പറയുക. അത് അദ്ദേഹത്തിൻ്റെ ഫലിതത്തിൻ്റെ രീതിയാണ്. VKN ഒരിക്കൽ പറഞ്ഞു, സാഹിത്യ അക്കാദമിക്ക് കത്തെഴുതി. VKൻ്റെ കഥ നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്, എല്ലാ ക്ലാസ്സിലും ഉണ്ട്. മുമ്പ് വലിയൊരാൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് 6ാം ക്ലാസ്സിൽ ഒരു കഥ ഉണ്ടായിരുന്നു, ബസ് കണ്ടക്ടറെ. പലപ്പോഴും ടീച്ചർ അതിൽ വളരെ ബുദ്ധിമുട്ടി. കാരണം ഭാഷ കൊണ്ട് ഇത്ര അമ്മാനാടിയെ, ഭാഷ കൊണ്ട് ജീവിതത്തിലും. VKN സാഹിത്യ അക്കാദമിക്ക് കത്തെഴുതി, ഇവിടുന്ന് തിരുവല്ലാമലയിൽ നിന്ന് തൃശ്ശൂർക്ക് അക്കാദമിയിലേക്ക് വരുന്നതിന് എനിക്ക് TA കൂട്ടി തരണം. അത് തരാൻ പറ്റുന്നില്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ദൂരം കുറച്ച് തന്നാലും മതി. അങ്ങനെയായിരുന്നു VKൻ്റെ കത്ത്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ചെയ്യുക. അങ്ങനെ കൂടുതൽ ഭാഗങ്ങൾ വായിക്കുക, നോക്കുക. VKൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ചെറിയ കഥകളെങ്കിലും വായിക്കുക. കാരണം അത്രയും മലയാളത്തിൽ ഇപ്പോൾ ഒരു ഏറ്റവും ലീഡിങ് ആയ ഒരു 5 എഴുത്തുകാരെ നമ്മൾ പറയുകയാണെങ്കിൽ അതിലൊരു നല്ല വായനക്കാരൻ VKN ഉൾപ്പെടുത്തും. ഒരു ഇൻ്റലക്ച്വൽ റീഡിങ്ങിൻ്റെ പാർട്ട് അതിലുണ്ട്. അത് ഓർമ്മിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത്, പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള രീതി നിങ്ങൾ കൈവശപ്പെടുത്തണം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം എന്നോട് ഉണ്ടാക്കി പറയാമോ? നിങ്ങൾക്ക് വയലാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാക്കാവോ? നേരത്തെ നമ്മൾ പറഞ്ഞു വയലാർ അവാർഡ് കിട്ടാത്തതാര്? പുനത്തിൽ കുജള പറഞ്ഞു. വയലാർ അവാർഡ് ഇക്കൊല്ലം കിട്ടിയതാർക്കാ? ഈ സന്തോഷ് കുമാറിനാണ്. ഇനിയും അതിൽ ചോദ്യം ഉണ്ടാക്കാം. ഈ വർഷം വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ അല്ലേ? ഈ വർഷം വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നോവൽ. ഇങ്ങനെ ഒരുപാട് ചോദ്യം. വയലാർ അവാർഡ് ഏത് വർഷമാണ് ആരംഭിച്ചത്? ഇങ്ങനെ വയലാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമ്മളൊരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു തീം കുട്ടിക്ക് കൊടുത്തിട്ട് അവരോട് ഉത്തരം കണ്ടെത്താനല്ല പറയേണ്ടത്. അത് നമുക്ക് ആൻസർ കീയോ അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ സമയം പോലെ ചെയ്യാം. ചോദ്യങ്ങൾ ഉണ്ടാക്കുക, ചോദ്യം ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് പഠനത്തിൻ്റെ രീതി. ആ ഒരു രീതിശാസ്ത്രം നമ്മളും കയ്യിൽ. നിങ്ങൾ നിരന്തരമായിട്ട് ഈ പറഞ്ഞ പോലുള്ള വാർത്തകളും സംഭവങ്ങളും പുസ്തകങ്ങളൊക്കെ ആയിട്ട് വെച്ച് കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്ന എഴുതുക, അല്ലാത്തത് റെഫർ ചെയ്തിട്ട് കണ്ടുപിടിക്കുക.
ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങളുടെ ടെറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു നെറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്. ക്ലാസ്, നിങ്ങളുടെ ക്ലാസ് മാറി മാറി ക്ലാസ്സുകളിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുക. അത് ഇരട്ട തലയാണ്, മൂർച്ചയാണ്. കുട്ടിക്ക് ഒരേ സമയം ഉപകാരപ്രദവും നിങ്ങൾക്കൊരു ബൂസ്റ്റിങ്ങുമാണ്. അല്ലാതെ നിങ്ങളതിനു വേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടെത്തേണ്ടതില്ല. ഈ പറഞ്ഞ എല്ലാ കാര്യവും കുട്ടിക്ക് കിട്ടേണ്ടതും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പം ആ രീതിയിൽ അതിനെ കാണാം. പിന്നെന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐതിഹ്യങ്ങൾ, നമ്മൾ ഇപ്പോൾ ബാലസാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. ഇപ്പം ഞാനൊരു 4 ബാലസാഹിത്യത്തിൻ്റെ പേര് പറയാം, എല്ലാവരും വായിച്ചാൽ. അഴകനും പൂവാലിയും, സുജാതയും കാട്ടാനയും, ഒരു കുടയും കുഞ്ഞു പെങ്ങളും, അതിലെ കൂടുതൽ കുട നന്നാക്കുന്ന ചോയി. ഇതിൽ ബാലസാഹിത്യം അല്ലാത്തത് ഏതാ? കുട നന്നാക്കുന്ന ജോലി. കുട നന്നാക്കുന്ന ചോയി മൂന്നൻ്റെ നോവലാ, ഇപ്പം അടുത്ത് വന്നതാ. മറ്റേത് മുഴുവൻ പഴയ പുസ്തകങ്ങളാണ്. അത് ഏറ്റവും നല്ല പുസ്തകം ഏതാ അറിയോ? സുജാതയും കാട്ടാനയാണ്. നമ്മളെ ഹോണ്ട് ചെയ്യുക പുസ്തകം. കാർട്ടൂൺ ശങ്കർ, അദ്ദേഹം തന്നെ അതിൻ്റെ ചിത്രങ്ങളും വരച്ച് അത് പിന്നെ പ്രസിദ്ധീകരിച്ച്, കേന്ദ്ര ഒരു പ്രസിദ്ധീകരണശാല, നമ്മുടെ ഗവൺമെൻറ് പ്രസിദ്ധീകരണശാലയിൽ നിന്ന് അത് പ്രസിദ്ധീകരിച്ച് കേരളത്തിൽ മുഴുവൻ ലഭ്യമാക്കിയൊരു പുസ്തകമായിരുന്നു. അതിന് ചെറിയ ഭാഗം സുജാതാൻ്റെ എലഫൻ എന്ന് പറഞ്ഞിട്ട് മുമ്പ് 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലുണ്ടായിരുന്നു. ചെറിയ പാർട്ടേ ഉള്ളൂ. ഒരു കുഞ്ഞു കുട്ടിയും ഒരു കുട്ടിയാനെയും അമ്മ പുല്ലരിയാൻ പോകുമ്പോൾ വയൽക്കരയിൽ വെച്ച് ഒരു കുട്ടിയാനെ കാണുന്നതും, ക്രമേണ ആ കുട്ടിയാരൊക്കെ പഴയൊക്കെ കൊടുത്ത് കൂട്ടുകാരാവുന്നതും, ആന വലുതായപ്പോഴും ഈ കുട്ടിയെ പിരിയാതിരിക്കുന്നതും, അവസാനം ആൾക്കാർക്കത് ബാധ്യതയാവുന്നതും, വാഴയും പിന്നെ ചെടികളും ഒക്കെ നശിപ്പിച്ച് ഈ ആന സുജാതയെ കാണാൻ വരുന്നതൊക്കെ, അവസാനം വാരിക്കുന്തവും തീപ്പന്തവും ഒക്കെ ആയിട്ട് നാട്ടുകാർ ഇതിനെ കുത്തി ഓടിക്കുന്ന സമയത്തൊക്കെ സുജാത അലറി വിളിച്ച് ഓടുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ കുറച്ച് മുതിർന്നു. ഞാൻ പറയാം, അത് ശരിക്കും നമ്മളെ ഹോണ്ട് ചെയ്യും. നമ്മളെ കുറേ ദിവസം നമ്മൾ ആ കഥ വായിച്ചാൽ അത് നമ്മളും കൊച്ചുകുട്ടിയാവും. അത് തന്നെയാണ് ഒരു കുടയും കുഞ്ഞുങ്ങളും അഴകനും പൂവാലിയും എന്നുള്ള കഥ വീണ്ടും പിന്നെ ഇയാൾ ഉപയോഗിച്ചു. 2 മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ കഥയിൽ അംബികാസുധൻ മാങ്ങാട് 10ാം ക്ലാസ്സിൽ ആ കഥ ഉണ്ട്. 10ാം ക്ലാസ്സിൽ ആ കഥ എടുത്തു വെക്കാൻ അവസരം ലഭിച്ചത് ഒന്ന് എനിക്കും കൂടിയായിരുന്നു. ആ ലക്കം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ചപ്പോഴാണ് ഞാൻ ഈ 2 കഥാപാത്രങ്ങളെയും വേറെ അറിയാമല്ലോ, അഴകനും പൂവാലിയും. അപ്പോൾ ആ കഥയിൽ ഞാൻ ഈ പഴയ കഥ ഓർത്തു, അഴകനും പൂവാലിയും. പിന്നെയാണ് ഈ കഥയിലെ 2 മത്സ്യങ്ങൾ, അഴകനും പൂവാലിയും ശൂലാപ്പ് കാവിലേക്ക് തീർത്ഥയാത്ര പോവുക. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ പ്രജനനത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. അപ്പോൾ വെള്ളം കയറുമ്പോൾ അല്ലേ, ഏറ്റത്തിൽ മീൻ പതച്ചു വെപ്പം വാരിക്കുന്തങ്ങൾ, വല, ഇതിനൊക്കെ മറികടന്ന് ഈ 2 മത്സ്യങ്ങൾ ശൂലാപ്പ് കാവിൽ എത്തുന്ന കഥയാണ് 2 മത്സ്യങ്ങൾ. 2 മത്സ്യങ്ങളുടെ കഥ എന്ന് തോന്നുന്ന ടൈറ്റിൽ 10ാം ക്ലാസ്സിലുണ്ടായിരുന്നു. നല്ല കഥയായിരുന്നു. അംബികാസുധൻ മാങ്ങാടിൻ്റെ പ്രസിദ്ധമായ കൃതി അറിയാലോ? ചോദിക്കൂ. അന്മകജ. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താന്ന് പറയണം. കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരിതം. പ്രത്യക്ഷത്തിൽ എൻഡോസൾഫാൻ ബാധിതരെയും അവിടെ ഒരു പിന്നെ സാമൂഹ്യ പ്രവർത്തകനും അവിടുത്തെ സോഷ്യൽ മറ്റ് ആളുകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്ന ഒരു സമരമുഖവും ഒക്കെ ആയിട്ടാണ് ആ നോവൽ നീങ്ങുന്നത്. പക്ഷെ അത് ലോകത്തെവിടെയുള്ള മനുഷ്യന് നേരെ ഉയരുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെയും ലാഭക്കൊതിയന്മാരുടെയും പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. അത് ആഷാമേനോൻ ഒരിക്കലും എഴുതി, സ്ഥലകാലങ്ങളെ വെച്ചിട്ട്. അതിലെ സ്ഥലം എൻമകജെ പോലും അത് ആ ഒരു സ്ഥലമേ അല്ല. അങ്ങനെ ഒരു പഞ്ചായത്തുണ്ട്, എൻമകജ എന്ന് പറഞ്ഞ പഞ്ചായത്ത് നേരത്തെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ല അത് പുത്തികയായിരുന്നു, എൻമകജയിലല്ല. ഞാനവിടെ കാസർഗോഡ് വർക്ക് ചെയ്തിരുന്നു, കുറച്ച് സ്ഥലങ്ങൾ എനിക്കറിയാം. അപ്പം ഞാൻ പറയാം, അങ്ങനെ കുറേ പുസ്തകങ്ങൾ. ഇപ്പോൾ ഒരു പുസ്തകം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. പിന്നെ ഞാൻ പറയുന്ന പുസ്തകങ്ങളിൽ പുരാണ പ്രസിദ്ധമല്ലാത്ത പുസ്തകം പറയണം. ഇപ്പോൾ 2ാം ഊഴം, അല്ലെങ്കിൽ പുരാണ ഇതിഹാസ പ്രസിദ്ധമല്ലാത്ത, പുരാണവുമായിട്ട് അവലംബമല്ലാത്ത 2ാം ഊഴം, ഇനി ഞാൻ ഉറങ്ങട്ടെ, പാണ്ഡവപുരം, ആത്രേയകം. പാണ്ഡവപുരമാണ്. പാണ്ഡവപുരം ഒരു സാങ്കല്പിക നഗരമാണ്, ഒരു സാങ്കല്പിക ഗ്രാമമാണ്. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഒരിക്കലും വരാത്ത ഒരു ജാരനെ അല്ലെങ്കിൽ തൻ്റെ അപ്പുട്ടേട്ടനെ കാത്തിരിക്കുന്ന ദേവിയാണ് കഥാപാത്രം, അല്ലേ? ആ ദേവിക്കൊരു വീടുണ്ട്, വീട്ടിൽ അനിയത്തിയുണ്ട്, അമ്മ ഉണ്ട്. എന്നിട്ട് ആ ദേവിയുടെ ഭ്രമാത്മകത എത്രത്തോളം എത്തുന്നുണ്ടെന്നറിയോ? അനിയത്തി ചോദിക്കുന്നുണ്ട്, ആരാ എടുത്തി ഇതിനകത്ത് ബീഡിക്കുറ്റി വലിച്ചിട്ടത്? അപ്പോൾ നിഗൂഢമായൊരു ചിരിയുണ്ട് ദേവിക്ക്. താൻ ഇന്നലെ പാണ്ഡവപുരത്ത് നിന്ന് ആവാഹിച്ചു വരുത്തിയ ജാരനാണ്. അങ്ങനെ ജാരന്മാരെ ആവാഹിച്ചു വരുത്തുന്ന അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പാണ്ഡവപുരം മാജിക്കൽ റിയലിസം തന്നെയാണ്. നമുക്ക് ഏതാണ് യുക്തി, ഏതാണ് അയുക്തി,
ഏതാണ് റിയാലിറ്റി ഏതാണ് അല്ലാത്തത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആഷാമേനോന്റെ ലേഖനത്തിൽ 3 പുസ്തകങ്ങൾ, ഒന്ന് ഖസാക്കിന്റെ ഇതിഹാസം, ഒന്ന് പാണ്ഡവപുരം, ഒന്ന് നെന്മകജെ, ഇവയുടെ സ്ഥലകാല ബന്ധങ്ങളെക്കുറിച്ചൊരു ലേഖനം ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചു. വളരെ മുമ്പ് വായിച്ചാൽ ഞാൻ റെഫർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നന്നായിരുന്നു അത്. കാരണം സമാനതകളും വൈജാത്യങ്ങളുമാണ് നമുക്ക് എപ്പോഴും ഒരു കാര്യത്തെ ഓർത്തിരിക്കാൻ എളുപ്പം, അല്ലേ? അതിന് ഇന്നെ സമാനതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഓർക്കും, മറ്റേത് ഓർക്കും. അതിന് എന്താണ് അസോസിയേഷൻ ഓഫ് ഐഡിയാസ് എന്ന് പറയും, അല്ലേ? ഇപ്പോൾ എനിക്ക് പെയിന്റ് അടിക്കുന്ന മണം അനുഭവപ്പെട്ടാൽ എനിക്ക് കല്യാണം ഓർമ്മ വരിക, എൻ്റെ കല്യാണം ഓർമ്മ വരിക. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ വീട് ആദ്യമായിട്ട് പെയിന്റ് അടിച്ചത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രമുള്ള ഒരു പെയിന്റ് അടി നടന്നത് ആ സമയത്തായിരിക്കും. എപ്പോൾ എവിടെ പെയിന്റ് അടിക്കുന്ന ഒരു വിദൂരമായൊരു ഓർമ്മ, അങ്ങനെ വ്യക്തമായിട്ടൊന്നും തോന്നല്ല. പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് ഒന്ന് ഓർത്താൽ മറ്റൊന്ന് നമുക്ക് സെൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ 3 സ്ഥലങ്ങൾ, ഒന്ന് തസറാക്ക്, ഒന്ന് ഒറ്റപ്പാലത്തെ ഒരു ഗ്രാമം, ഒന്ന് കാസർകോട്ടെ നെന്മകജ, ഇങ്ങനെ 3 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിട്ട് എങ്ങനെയാണ് എഴുത്തുകാർ ഈ കാലാതീതമായി സ്ഥലാതീതമായി പ്രമേയത്തെ അല്ലെങ്കിൽ ക്രാഫ്റ്റ് കൊണ്ട് ഇതിനെ മറികടക്കുന്നത്? ഇപ്പോൾ തസറാക്ക് ഞാനും പോയി, നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും. തസറാക്കിൽ അങ്ങനെ വിശേഷിച്ച് നമുക്കൊന്നും കാണാനില്ല. ഇപ്പോൾ കബന്ധങ്ങൾ നീരാടുന്ന അറബിക്കുളം എന്ന് പറയുന്നത് കുറേ പായലും 2 ആമ്പലോ താമരയൊക്കെ വിരിഞ്ഞ് കിടക്കുന്ന ഒരു കുളം അവിടെ അങ്ങനെ കാണാം, അതിൻ്റെ അപ്പുറത്തൊരു കുളക്കോഴിയും കാണാം. അതല്ലാതെ നമ്മൾ അന്നത് വായിച്ചപ്പോൾ കിട്ടിയ നമ്മുടെ പിന്നെ അറബിക്കുളത്തിൻ്റെ കുപ്പുവച്ചനും അലിയാരും കൂടെ മീൻ പിടിക്കാൻ പോയിട്ട് കുപ്പുവച്ചൻ ബോധം കെട്ട് വീണ, മീൻ പിടിക്കാതെ ബാധയേറ്റ് തിരിച്ചു പോകുന്ന അറബിക്കുളമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. പൊളിഞ്ഞ പള്ളി നമുക്ക് കാണാൻ കഴിയില്ല. ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട സംഗതി. എന്നാലും അങ്ങനെ ഓർമ്മ നല്ലതാണ്, തസറാക്കിനെ ഖസാക്കായിട്ട് നിലനിർത്തുന്നത്. അതുപോലെയാണ് പാണ്ഡവപുരവും നെന്മകജയും. അത്തരം ചില കാര്യങ്ങൾ, ഒരു മയ്യഴി, നമ്മുടെ മയ്യഴി മുകുന്ദൻ്റെ മയ്യഴിയാണ്. മയ്യഴി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക, വായനക്കാരായ ആളുകൾ ആദ്യം ഓർക്കുക മാഹിയെ മയ്യഴിയായിട്ടാണ് ഓർക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് വ്യാകരണമാണ് നമ്മളിപ്പോൾ ഒന്ന് പറയാത്തൊരു കാര്യം. അതിനെനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിലിപ്പം മലയാളം ഐച്ഛികമായിട്ട് പഠിക്കാത്ത അധ്യാപകരുണ്ടാവില്ലേ? TTC അല്ല, അതിന് മുമ്പേ സ്കൂളുകളിൽ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ ഒരു അർത്ഥാപത്തിയോ അർത്ഥമല്ല, അവർക്ക് പ്രത്യേക ക്ലാസ് തന്നെ വേണം. കാരണം അവർക്ക് മലയാളം അവർ TTCക്ക് പഠിക്കുമ്പോഴും അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ +2 അറബി ആയിരുന്നു സാർ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞൊന്നല്ല, ഞങ്ങൾ ഉറുദു ആയിരുന്നു. യഥാർത്ഥ മറുപടി അല്ല, പക്ഷെ നമ്മൾ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥയാണ് അത്. ഇപ്പം എല്ലാവർക്കും മലയാളം വേണം. എല്ലാ മാസവും നമ്മൾ മലയാള മാസം തുടങ്ങിയെന്നും മലയാള ഭാഷ കൈകാര്യം ചെയ്യണമെന്നും മലയാളം നിർബന്ധമാക്കി എന്നുള്ള ഓർഡർ ഒരു 6 or 7 പ്രാവശ്യം മലയാളം നിർബന്ധമാക്കി ഓർഡർ ഇപ്പം ഞാൻ കണ്ടു. കള്ളത്തരം പറയല്ല, പല തവണ മലയാള ഭാഷ ഭരണതലത്തിൽ നിർബന്ധമാക്കി എന്ന് പറയുന്ന ഓർഡറുകൾ നമ്മൾ കണ്ടു. ഇംഗ്ലീഷിലുള്ള ഒരുപാട് ഓർഡറുകൾ ഇപ്പോഴും നമ്മൾ വായിക്കുകയും ചെയ്യുന്നു, ഇല്ലേ? കേട്ടറ്റിൻ്റെ ഓർഡർ ഇന്ന് ഞാൻ വായിച്ചത് ഇംഗ്ലീഷിലുള്ളതാണ്. അത് പഴയതായിരിക്കും, അങ്ങനെ വിചാരിക്കുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രാക്ഷനുള്ള സമയമാണ്. അത് ഷാജിമാഷോ ഷീജ ടീച്ചറോ ഒന്ന് സ്മിത ടീച്ചറോ ഉണ്ടെങ്കിൽ ഒന്ന് അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും, അതോടൊപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി അടുത്തൊരു ഘട്ടത്തിൽ വേണ്ടത്. മലയാളം ഇനി എടുക്കണമല്ലോ, ഒരു ക്ലാസ് അല്ലല്ലോ. പിന്നെ മാത്സും ഇംഗ്ലീഷും സയൻസും ഒക്കെ എടുക്കാനുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ ലിസ്റ്റ് തന്നെ ഞാൻ ഷാജിമാഷ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മളെ വിജയിച്ച അന്ന് നമുക്കൊരു ആഹ്ലാദ പ്രകടനം നടത്തണം. ഗംഭീരായിരിക്കും, വാദ്യ ഘോഷങ്ങളോടുകൂടി. ഫെബ്രുവരി എന്നാ തീയതി? എന്നാ 10 ഫെബ്രുവരി 8 ആയിക്കോട്ടെ, അതിൻ്റെ പിറ്റേന്ന് തന്നെ ആൻസർ കീ തലേന്നൊക്കെ വരും. ആയിക്കോട്ടെ. അപ്പം ഇനി ഷാജിമാഷക്ക് കൈമാറാണ് മൈക്ക്. സന്തോഷം, നിങ്ങൾ വളരെ കോപ്പറേറ്റ് ചെയ്തു. എനിക്കിപ്പോൾ ആകെ എല്ലാവരോടും ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസമുള്ളൂ. ചില പേരൊക്കെ വിളിച്ച് അടുത്ത തവണ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ പക്ഷത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തത് നന്നായിരുന്നു. നല്ല കോപ്പറേഷൻ, ആവശ്യക്കാരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ മിടുക്കരായി ഇതിനോട് റിയാക്ട് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗ്രൂപ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വേറെ ഉണ്ടാക്കി അതിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടി നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇപ്പോ നമ്മൾ പറഞ്ഞതിനെ പറ്റി ഒരു 8 മണിയല്ലേ നമ്മൾ സമയം പറഞ്ഞത്? അതെ, 4 മിനിറ്റ്. 7 മിനിറ്റ് കൊണ്ട് 8:05 പോയാലും പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ ഒരു കഥയോട് പറയാം. എല്ലാ ദിവസവും
പിന്നെ വൈകി വരുന്ന ഒരാൾ ഒരു സ്ഥാപനത്തിൽ, അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ലേഡി ടീച്ചറാണെന്ന് വിചാരിക്കരുതേ. അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ കഥ പൂർണ്ണമാവും. അപ്പോൾ 10:10 വരൂ. അപ്പോൾ എല്ലാവരും പി ടി എക്കാരൊക്കെ ചോദിച്ചു എന്താ 10:10 അയ്യോ അടുത്ത തിരക്ക്, ഈ തിരക്ക് പ്രശ്നങ്ങളൊക്കെ പറയും. ആ പുരുഷനോ സ്ത്രീയോ ആവട്ടെ. പക്ഷെ വെള്ളിയാഴ്ച 9:40 വരും എന്ന് പറഞ്ഞേക്ക്. അങ്ങനെ ഒരു കഥ നമ്മളെ പറ്റി പറയാറുണ്ട്. ഞാൻ അടക്കല്ലേ, ഞാനും വൈകിയായിരുന്നു പോകാറില്ല പലപ്പോഴും. ആ കഥയെ നമുക്ക് മനസ്സിലായത് നമ്മൾ ബോധപൂർവ്വം വൈകി. അതുപോലെ 5 മിനിറ്റ് വൈകിയാ പ്രശ്നമില്ല എന്ന് പറയാ. ആരെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ. അവരെ സംശയം എന്നോട് ഇപ്പം ഉത്തരം പറയേണ്ട സംശയമല്ല ചോദിക്കേണ്ടത്, ഞാൻ നോട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സർ, റിയാക്ഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടിയ നന്നായിരുന്നു എന്നൊരു തോന്നല്. ആ ശരി, ഒന്ന് വരാൻ എന്നോട് നോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് എല്ലാത്തിനും നിങ്ങൾ ഒന്നിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അവസാനത്തെ 2 മിനിറ്റ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങളും അല്ലേ? സാറ് ശ്രീകണ്ഠൻ നായരുടെ നാടക സങ്കേതത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ അതില് പിന്നെ ഇടയ്ക്ക് സ്കിപ്പായി പോയി, അതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞില്ല. അപ്പം സാറുടെ ശ്രീധരൻ നായരുടെ ഒരു കുറച്ച് പ്രസിദ്ധമായ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള പുസ്തകങ്ങൾ, നാടക പുസ്തകങ്ങൾ ഏതൊക്കെയാന്ന് പറയാമോ? CN ശ്രീകണ്ഠൻ നായരാ ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ, അത് നാടകത്രയം. ഞാൻ ആ ത്രയം പറയാൻ വേണ്ടിയായിരുന്നു. ത്രയവുമായിട്ട് ബന്ധപ്പെട്ടും ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ സ്പോർട്സ് പേജിൽ പിന്നെ ഞാനൊരു വാർത്ത കണ്ടു. മെസ്സിയുടെയും പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും എംബാപ്പൻ്റെയും ഫോട്ടോ കൊടുത്തിട്ട് ഫുട്ബോൾ രംഗത്തെ ഇതിഹാസ ത്രയങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഞാനൊരു പൊട്ടനെ വിളിച്ച് പറഞ്ഞു, ത്രയം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വേണ്ടാന്ന്. കാരണം ത്രയം ബഹുവചന അല്ലേ? എന്താ പറയുക, സംഖ്യാവാചകം ചൊന്നാൽ ക്ലീബേ വേണ്ട ബഹുക്കുറി എന്ന് പാണിനി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മള് പിന്നെ 100 തേങ്ങകൾ എന്ന് പറയണ്ട, 100 തേങ്ങ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതുപോലെ ആ ത്രയം പറയാനും കൂടി വേണ്ടിയായിരുന്നു പറഞ്ഞു. നാടകത്രയം എൻ്റെ ഓർമ്മയിലുള്ളൂ. CN ശ്രീകണ്ഠൻ നായരുടേത്, പിന്നെ ലങ്കാലക്ഷ്മിയും സാകേതവും ഒന്നുകൂടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്തായിരുന്നു? കാഞ്ചനസീത. ആ 3 പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളെ കുറിച്ചാണോ പറയേണ്ടത്? ഓക്കെ ശരി, താങ്ക് യു സാർ. ഓക്കെ. മറ്റേത് ആരുമില്ലെങ്കിൽ ഞാൻ പറയാം, വരാൻ സാധ്യതയുള്ള ചോദ്യം ഒരിക്കലും കിട്ടില്ല ടീച്ചറെ. അങ്ങനെ ചോദ്യം തന്നെ അപ്രസക്താണ്. പിന്നെ രണ്ടാമത്തത്, മാതൃകാ ചോദ്യങ്ങൾ കൊട്ടക്കണക്കിന് നെറ്റിലുണ്ട്. 2004 മുതൽ മുന്നോട്ടുള്ള എല്ലാ വിഭാഗത്തിലെയും മാതൃകാ ചോദ്യങ്ങൾ PDF ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വകാര്യമായിട്ട് നമ്മൾ യൂട്യൂബ് സെലക്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന്റെ തമാശ സെലക്ട് ചെയ്യുന്നത് പോലെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടും. ഡസൻ കണക്കിനുണ്ട്. അത് അറബിയുണ്ട്, ഉറുദു ഉണ്ട്, മലയാളം ഉണ്ട്, കണക്കുണ്ട്, എല്ലാ വിഷയവും ഉണ്ട്. ഡൗൺലോഡ് ചെയ്തെടുക്കുക. സ്കൂളിലൊരു ടീം ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്കൂളിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ പ്രിന്റും എടുക്കാം. നിങ്ങൾക്ക് പ്രിന്ററിലെടുത്ത് ഒരു പ്രശ്നവുമില്ല. ചോദ്യങ്ങൾക്കൊരു പ്രയാസവുമില്ല. പക്ഷേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഏറ്റവും നല്ലത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും നിങ്ങൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. സമയമുണ്ട്, 2.5 മാസമല്ലേ? കൃത്യമായിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്. 2 മാസവും 10 ദിവസവും ഉണ്ട്. വേറെന്താണ്? അപ്പൊ സാർ, എനിക്ക് തോന്നിയൊരു കാര്യം, പിന്നെ ഒരു സരസമായ പറച്ചിലൂടെയാണ് ഇപ്പം സാറിന്റെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ആ പറച്ചിലിനിടയിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടത് ഏകദേശം ഒരു 100-ലധികം ചോദ്യങ്ങൾ. ഇപ്പം ഷീവ ടീച്ചർ ചോദിച്ചല്ലോ, ചോദ്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 100-ലധികം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും സാറിന്റെ സംസാരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. തെറ്റിന്റെ വിവിധ മേഖലകളെ ഒന്ന് പരിചയപ്പെടുത്തുക. ആ ഒരു മേഖല, ഏതൊക്കെ മേഖലയിലൂടെയാണ് ഈ പരീക്ഷാർത്ഥി കടന്നു പോകേണ്ടത് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലും, അതേപോലെ തന്നെ പറഞ്ഞു പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ വസ്തുനിഷ്ഠമായ ഓരോ ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞതിന് പകരം സാറ് പങ്കുവച്ച ഓരോ മേഖലയിലും ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. ഇവിടെ ഇന്നത്തെ ക്ലാസ്സിലിരിക്കുന്ന ആളുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, അത്തരം ഒരു നോട്ട് പുസ്തകം എപ്പോഴും ഈ ഇത്തരം ക്ലാസ് മുന്നോട്ട് വരുന്ന ക്ലാസ്സിലൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 100ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ പറച്ചിലുകൾ നമ്മൾ പരസ്പരം നടത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ റെഫറൻസ് എന്ന് തോന്നുന്നു. പറഞ്ഞൊരു കാര്യം, SRG പോലുള്ള നമ്മൾ SRG പറയണ്ട, അതിന് അങ്ങനെ ഔപചാരികമാക്കണം. നിങ്ങൾ അനൗപചാരികമായ ഗ്രൂപ്പുകൾ അങ്ങനെ പൊതുസ്ഥലത്തൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മാഷ് പേര് പറയൂ. എന്റെ പേര് രാജൻ, KSTയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അത് ശരി, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. മാഷിക്ക് എന്നെ പരിചയമുണ്ടോ? എനിക്ക് സാറിന് അടുത്ത് പരിചയമില്ലെങ്കിൽ അറിയാം, കേട്ടേ അറിയാം. അല്ല മുംബൈയിലുള്ള എല്ലാവരും, എന്റെ മോഹൻകുമാറൊക്കെ എന്റെ സഹപാഠിയായിരുന്നു. അതെ. ഒരു ക്ലാസ് പഠിച്ചായിരുന്നു.
ആ ഞാൻ മോൻ സൂചിപ്പിച്ച സർ, ഇതിലിപ്പോ സാർ പങ്കുവെച്ച കൃതികൾ, ആ കൃതികളുടെ സന്ദർഭങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ, കിട്ടിയ അവാർഡുകൾ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്ത് ഇങ്ങനെ പോയാൽ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് തന്നെ 100 ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള അവസരമാണ് ലഭിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. 100-ലധികം ചോദ്യങ്ങൾ. അപ്പൊ അത്തരത്തിൽ ഈ അല്ല, ഇങ്ങനെ ക്ലാസ്സിനെ 1-2 തവണ കൂടി നിങ്ങളെ സഹായിക്കാനും ചെറിയൊരു ഗ്രൂപ്പിനെ, ഒരു റിസോഴ്സ് ഗ്രൂപ്പിനെ അയക്കുകയാണെങ്കിൽ അവരെ ഒന്ന് എംപവർ ചെയ്യാൻ എനിക്കൊരു പ്രയാസമില്ല. അതാണ് എനിക്ക് കൂടുതൽ എളുപ്പം. കാരണം എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്തും പുസ്തകങ്ങൾ കാണിച്ചും റിയാക്ട് ചെയ്യാം. അത് ഷാജി മാഷയും ഷീബ ടീച്ചറുടെ നേതൃത്വത്തിൽ നിങ്ങളൊരു 10-20 ആളെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അവരെ പിന്നീട് വികേന്ദ്രീകരിക്കുക. ഏതെങ്കിലും ഒരു ഞായറാഴ്ച, ഇനി സമയമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഫറൂഖിൽ ഒരു നേരിട്ടൊരു ക്ലാസ് കൊടുക്കുന്നു. അത് ഈ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്ത ആളുകളായിരിക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഓൺലൈനിൽ സാധ്യതയെ, ഓൺലൈനിന്റെ പരിമിതിയും കൂടി ആലോചിച്ച് നോക്കണം. വളരെ പെട്ടെന്ന് നമ്മൾ മറക്കും. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ. പക്ഷെ ആ പറഞ്ഞ കാര്യം നമ്മൾ ഒരു ഫോളോ അപ്പിന്റെ സാധ്യതയും കുറവാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു അസൈൻമെന്റ് പറഞ്ഞു, ആരും ചെയ്യില്ല. ഇനിയിപ്പോൾ അഥവാ ആരോ ചെയ്താലും ഞാനത് ഇനി വരുമ്പോൾ ചോദിക്കുകയില്ല. ചോദിച്ചാൽ ആ ടീച്ചറെ മുഷിപ്പിക്കേണ്ട എന്നുള്ള എനിക്ക് എന്ത് പറയും? ആ ടീച്ചറെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് പിന്നെ വായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോകുള്ളൂ. അതിന് പകരം നിങ്ങൾ ചെറിയ ചെറിയ കോണ്ടാക്ട് ക്ലാസ്സുകൾ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ടീമിനെ ഇതുപോലെ സജ്ജമാക്കുക. അതിൽ എൻ്റെ കൂടെ വേറെ 1-2 അധ്യാപകരെ ഞാൻ ഉൾപ്പെടുത്താം. എന്നെക്കാളും, ഞാൻ പറയാറുണ്ട്, എന്നെക്കാളും വളരെ ഗംഭീരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകൾ ഈ പരിസരത്തുണ്ട് മലയാളത്തിൽ. ഇപ്പൊ നമ്മൾ എഴുകുളത്ത് രഘു, പലരും പല മേഖലയിലാണ്. AU ആയിരുന്നു, DO ആയി റിട്ടയർ ചെയ്ത രഘു, പിന്നെ നമ്മളെ ഇയാളല്ലേ, നമ്മളെ ആ പ്രത്യേക പേരുള്ള നമ്മളെ DPO ആയിരുന്ന കോഴിക്കോടുള്ള മാഷ പേരിനോട് മറന്നുപോയി. ഒരു പരമേശ്വര മാഷ കൂടെ ഒക്കെ എപ്പോഴും ഉണ്ടാവും. പിന്നെ പരമേശ്വര മാഷ്, ഇവരൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് മലയാളം കണ്ടുപിടിച്ച ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, അവരൊക്കെ ഉപയോഗിക്കാം പല സെന്ററുകളിലായിട്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സംഘടനാപരമായിട്ട് സാധ്യമാണോ എന്ന് ഒന്ന് നോക്കൂ. ഇല്ലെങ്കിൽ 1-2 ക്ലാസ്സും കൂടെ നമ്മളിത് തുടരുന്നു. മലയാളം അതുപോലെ തന്നെ. ഇംഗ്ലീഷ് എപ്പോഴാണ് വേണ്ടി വെച്ചാൽ ഞാൻ ഷാജി മാഷോട് പറഞ്ഞിട്ടുണ്ട്, ആളെ സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ആളിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കരിക്കുലം കമ്മിറ്റിയിൽ. അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും സന്തോഷം. നല്ല വാക്കുകൾക്ക് നന്ദി.